പോലീസുകാരിയുടെ വെൽഡിംഗ് പയ്യൻ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയർ നൂഞ്ഞേരി. എന്താമേ അവൻ എണീറ്റില്ലേ? റോഡിൽ നിന്നൊരു ചോദ്യം കേട്ട് മുറ്റമണിക്കായിരുന്ന അനിത തല ഉയർത്തി നോക്കി. മതിലിനടുത്ത് അരുൺ. നീയാണോ? എന്താടാ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാടാ. വേണ്ട, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീരപ്പൻ ഉണ്ടാവുമല്ലോ. വെറുതെ നിന്നെ ഞാൻ പണി വാങ്ങുന്നേ. ദേ ചെക്ക, വേണ്ട കേട്ടോ. വീരപ്പൻ നിന്റെ അച്ഛൻ സുധാകരനാ. അനിത ദേഷ്യപ്പെട്ടു. നിങ്ങൾക്കൊക്കെ ഇച്ചിരി കൂടുന്നുണ്ട്. ഓ, ഭർത്താവിന് പറഞ്ഞ ഭാര്യയ്ക്ക് പൊള്ളിയല്ലോ. അല്ല, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അനിത നമുക്ക് വല്ല ചൊവ്വാദോഷം ഉണ്ടായിരുന്നോ? അതെന്താടാ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും സുന്ദരിയും സൽസ്വഭാവിയായിട്ടുള്ള അമ്മ എങ്ങനെയാ വീരപ്പൻ ഭരതനെ കല്യാണം കഴിച്ച്? ഞാൻ പറഞ്ഞെന്നാ മതിയോ? ഒരു പരിക്കൻ ശബ്ദം. ദേഹത്തെ എണ്ണയച്ച് പിടിപ്പിച്ചുകൊണ്ട് ഭരതൻ മുറ്റത്തേക്ക് ഇറങ്ങി. അയാളെ കണ്ട് തരുൺ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഭരതൻ മുറ്റത്ത് കൂട്ടിയിടുന്ന തേങ്ങകളിൽ നിന്ന് ഒരെണ്ണം എടുത്തു. മുങ്ങാ നോക്കിയാൽ ഞാൻ എറിഞ്ഞിടും, ഇങ്ങോട്ട് വാടാ. വേറെ വഴിയൊന്നുമില്ലെന്ന് മനസ്സിലായതോടെ അരുൺ ബൈക്കിൽ നിന്നിറങ്ങി അവിടേക്ക് ചെന്നു. അച്ഛനും സുഖല്ലേ? കുറേയൊക്കെ കണ്ടിട്ട് ഇച്ചിരി മെലിഞ്ഞു അല്ലേ അമ്മ അച്ഛൻ? സൂചിപ്പിക്കല്ലേ, ഇന്നലെ കവലയിൽ വെച്ച് നിന്നെ എത്ര തവണ വിളിച്ചു, കേൾക്കാതെ മാത്രത്തിൽ ഫോൺ ചെയ്ത് വെച്ച് പോയല്ലോ. സത്യമായിട്ട് ഞാൻ കേട്ടില്ല അച്ഛാ. അരുൺ വെളുക്കെ ചിരിച്ചു. കേൾക്കില്ല എടാ, നിന്നെ ഇവിടെ ഉള്ളതിനെ ഒരുമിച്ച് അംഗൻവാടി കൊണ്ടുവിട്ട് ഞാനാ. ഇന്ന് പോത്തുപോലെ വളർന്നെങ്കിലും നിങ്ങൾ എനിക്ക് ആ പിള്ളേര് തന്നെയാ. നീയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ഞാൻ മാനത്ത് കാണും. അതുകൊട്ടെ, എന്തിനാടാ ബുധനാഴ്ച അടിയുണ്ടാക്കിയേ? ആര്? ഞാനോ? നീ മാത്രമല്ല, നിന്റെ കൂട്ടുകാരൻ കൂടി ചേർന്ന്. ഉള്ളതാണോ? അനിത ആശ്ചര്യപ്പെട്ടു. അതേടി, ക്ലബിന്റെ പരിപാടിക്കന്മാർ അടിയുണ്ടാക്കി. ഞാനാ ഇന്നലെ അറിഞ്ഞ്. അയ്യോ അച്ഛാ, അങ്ങനെയല്ല. ഞങ്ങൾ മര്യാദക്ക് ഗാനമേള കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ ആരെയും ശല്യപ്പെടുത്താൻ ഡാൻസ് കളിച്ചു. അപ്പൊ ആ പ്രദീപേട്ടൻ വെറുതെ ചീത്ത വിളിച്ചു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒന്നും തള്ളായി. അല്ലാതെ അടിയുണ്ടായിട്ടൊന്നുമില്ല. അതൊക്കെ നാട്ടുകാർ തന്നെയുള്ള ചുമ്മാ പറയുന്ന. നിങ്ങളൊക്കെ നല്ലൊരു നാട്ടുകാർ മൊത്തം മോശമല്ലേ? ആവട്ടെ, ഇന്നെന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ഭരതനെ ഏന്തി വലിഞ്ഞ് റോഡിലേക്ക് നോക്കി. ബൈക്കിന്റെ സൈഡിൽ വെച്ചിരുന്ന ക്രിക്കറ്റ് ബാറ്റും സ്റ്റെമ്പുകളും. കഷ്ടം, നിന്നൊക്കെ എന്താണ് ഞാൻ പറയേണ്ടത്? സുധാകരൻ ഞാനൊന്ന് കാണട്ടെ. ഇനി ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. ക്രിക്കറ്റ് കളിക്കുന്ന അത്രക്ക് പാപമാണോ അച്ഛാ? 10-15 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ പാപമൊന്നുമല്ല. അവനവന്റെ വയസ്സുകൂടി ഓർക്കണം. അച്ഛൻ പോയി കുളിക്കാൻ നോക്ക്. എണ്ണക്ക് ഉണങ്ങി തുടങ്ങി. വീടിനകത്തുനിന്ന് ഷിനോജ് ഇറങ്ങി വന്നു. അവനെ കണ്ടതും ഭരതം പരിഹാസത്തോടൊന്ന് ചിരിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് നടന്നു. എന്തു പറ്റിയാരണേ? ഇനി എന്തു പറ്റാൻ? രാവിലെ തന്നെ കിട്ടി. നിനക്ക് നേരെ വയലിലേക്ക് വന്നൂടെ? എന്നോട് എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? കോപ്പ്. അരുൺ ദേഷ്യപ്പെട്ടു. പിന്നെ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. എടാ, പുട്ടും ചെറുപയവും ഉണ്ട്, കഴിച്ചിട്ട് പോ. അവൻ അനിതയെ നോക്കി. എടുത്തു കെട്ടിയോന്റെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്ക്. വീട്ടിൽ നിന്ന് ആവശ്യത്തിനുള്ള തെറി കിട്ടുന്നുണ്ട്. അതും പോരായിട്ടോ ഇവിടുന്ന് തൃപ്തിയായി. ചേടാ, അതിനില്ലാത്തൊന്നല്ലോ പറഞ്ഞ്. ഈ പ്രായത്തിലും കളിച്ചടക്കാൻ നിനക്കൊന്നും നാണില്ലേടാ. സച്ചിന് എത്രാമത്തെ വയസ്സിലാണ് വിരമിച്ചതെന്ന് അമ്മയ്ക്ക് അറിയോ? ആ പ്രായത്തെട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഷിനോജ് അവന്റെ ബൈക്കിന്റെ പുറകിൽ കയറി. നിനക്കൊന്നും കഴിക്കാൻ വേണ്ടേ? ഞാൻ കഴിച്ചോളാം. ഓ, മനസ്സിലായി. ഇന്ന് അവിടെ നിന്ന് ഇറങ്ങാനായിരിക്കുമല്ലോ പോകുന്നേ. അച്ഛന് ഇഷ്ടമില്ലാത്ത മാത്രം ചെയ്യണമെന്ന് എനിക്കെന്താണ് ഇത്ര വാശി? ഒരു വാശിയില്ല അമ്മേ. അവൻ ചിരിച്ചു. ഇഷ്ടമുള്ള പലതും അച്ഛനു വേണ്ടി അമ്മ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. പിന്നെ വാശിയുടെ കാര്യം അതെനിക്കല്ല, നിങ്ങൾ രണ്ടാൾക്കുവാ. അവൻ അരുണിന്റെ തോളിൽ തട്ടി. ബൈക്ക് മുന്നോട്ട് കുതിക്കുന്നത് നോക്കി നിൽക്കവേ അനിതയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. നീ അമ്മയോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ടായിരുന്നു. ഇരുവശവും ശീമക്കൊന്ന പടന്നു വന്നിലിച്ച വഴിയിലൂടെ ബൈക്ക് ഓടിക്കവേ അരുൺ ശാസിച്ചു. പാവം, വിഷമമായിട്ടുണ്ടാവും. ഇച്ചിരി വിഷമിക്കട്ടടാ. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവർക്ക് ഇനിയെന്നാ നേരം വിളിക്കുന്നത്? എടാ, അവരൊക്കെ പഴയ ആളുകളല്ലേ, അത് ഓർമ്മ വേണം. ഇപ്പം ഞാനായ കുറ്റക്കാരൻ. നീയല്ല. കുറ്റം ചെയ്ത മുതലേ അവിടെ നിന്ന് മീൻ വിട്ടുന്നു. കലിപ്പ അവിടെ തീർക്ക്. ബൈക്ക് ഒരു വീടിന്റെ പുറകുവശത്ത് നിർത്തി അരുൺ വിരൽ ചൂണ്ടി. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പടിയിൽ നിന്ന് മീൻ വെട്ടുകയായിരുന്ന ലക്ഷ്മി അവരെ കണ്ടതൊന്ന് പുഞ്ചിരിച്ചു. വാടാ, കാണാതായപ്പോൾ ഞാൻ കരുതി ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമെന്ന്. ഞായറാഴ്ച ദിവസം ചേച്ചിയുടെ കൈപ്പുണ്യം അനുഭവിച്ചില്ലെങ്കിൽ ഈ പുന്നാര ഇനി ഉറക്കം കിട്ടില്ലെന്ന് അറിയില്ലേ? അരുൺ ബൈക്ക് സ്റ്റാൻഡിലിട്ടു. അപ്പൊ നിനക്കോ? നീയും എൻ്റെ അനിയൻ തന്നെയല്ലേ? ആ ബോധം ഉണ്ടായിട്ടാ അനിയന്മാരുടെ ഒരു വാക്കുണ്ടാ കാമുവിന്റെ കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ചു. ആഴ്ചയിൽ ഒരിക്കലും ഇവിടെ വന്ന് എന്തിനാണ് ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നേ? ലക്ഷ്മി മീൻ കഴുകിയ വെള്ളം വാഴച്ചൂട്ടിലേക്ക് ഒഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം കുറേ ആയില്ലേ? ആയി, പക്ഷെ ഞങ്ങളിങ്ങോട്ട് വരുന്നില്ല. എല്ലാവർക്കും നല്ല കലിപ്പുണ്ട്. ആവട്ടെ, കഥാനായകൻ ഡ്യൂട്ടിക്ക് പോയോ? ഇല്ല, മോൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ ഇരിക്കടാ. കഴിക്കാൻ തേച്ചി? ഷിനോജ് ചോദിച്ചു. ചപ്പാത്തി ഇന്നലത്തെ ഞണ്ടേറിയുണ്ട്. പെട്ടെന്ന് എടുക്ക്, കളി തുടങ്ങാനായി. അവൻ ആ വീടിൻ്റെ മുമ്പുള്ള വയലിലേക്ക് നോക്കി. അവിടെ കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. കഷ്ടം, കൊച്ചു പിള്ളേരുടെ കൂടെ കളിച്ചിറക്കാൻ നിനക്കൊന്നും ആളില്ലേടാ. ആ ചോപ്പ് ടീഷർട്ട് വിഹാനല്ലേ, നിന്റെ ക്ലാസ്മേറ്റ് വിനീതയുടെ മോന്? അവള് 18 കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചതിന് ഞാനെന്ത് ചെയ്യാനാ? ഇപ്പൊ കിട്ടാലോ. ഇനി പെണ്ണ് കിട്ടുമെന്ന് സംശയ. വൈകി. യാതൊരു നിർബന്ധമില്ല. പെണ്ണ് കിട്ടാത്തവരോട് ജീവിക്കുന്നില്ലേ? നിനക്കോ അറിയണേ? ലക്ഷ്മി അരുണിന്റെ നേരെ തിരിഞ്ഞു. നിന്റെ അച്ഛനൊന്നും പറയാറായില്ലേ? ഞാനെന്ത് ചെയ്യാനാ ചേച്ചി?
ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒരുപാട് ഡിമാൻഡുകളാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, വലിയ വീട്, സ്വന്തം കാറ്. എന്നെ ഇവനെ പോലെ കൂലിപ്പണിക്കാരൊക്കെ ആർക്ക് വേണം? അന്വേഷിച്ചാൽ കിട്ടും. അതെങ്ങനെയാ? പെണ്ണ് കിട്ടിയവന്റെ കൂടെയുള്ള കറക്കം നിന്ന് പോയില്ലേ? ചേച്ചി ഒന്ന് നിർത്തുന്നുണ്ടാവും. ഷിനോജ് ഇടപെട്ടു. പോയി വല്ല എടുത്തു വെക്ക്, വിശക്കുന്നു. അവൻ അരുണിനെ പിടിച്ച് വലിച്ച് ഉമ്മറത്തേക്ക് നടന്നു. അവിടെ രഞ്ജിത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മടിയിൽ 2 വയസ്സുകാരൻ അദ്വൈത്. ആഹാ, മോന്റെ മ്യാമന്മാർ വന്നല്ലോ. നിങ്ങൾ ശരിക്കും ഒരു ബ്രൂട്ടസാണ് അളിയാ. എന്താടാ, ടൗണിൽ വെച്ച് ചെക്കിൻ്റെ അടിയിൽപ്പെട്ടപ്പോ ആലുവ മാർപ്പത്തെ കണ്ട പരിചയം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. പെറ്റിയടിക്ക് മുമ്പ് ഒരു വാക്ക് എസ്ഐയോട് പറഞ്ഞോ? തനി പോലീസുകാരൻ തന്നെ. ഐ ആം ദി സോറി അളിയാ, ഐ ആം ദി സോറി. രഞ്ജിത്ത് ചിരിച്ചു. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഒരു പോലീസുകാരന്റെ ഭാര്യയുടെ ആങ്ങൾ എന്തായാലും നിയമം പാലിക്കണം. കുടുംബക്കാർക്ക് വേണ്ടി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. ഹെൽമെറ്റ് വെക്കാത്തതിന് കിട്ടിയ പറ്റിയല്ലേ, അനുഭവിച്ചോ. ഞങ്ങൾ പോലീസുകാർക്ക് വേണ്ടിയല്ല, നിന്റെയൊക്കെ തലയുടെ സേഫ്റ്റിക്ക് ഹെൽമെറ്റ്, അതോർമ്മ വേണം. ആയിക്കോട്ടെ, ആ പൈസ നിന്റെ കെട്ടിയുടെ ബാഗിൽ ഞാൻ പൊക്കിയിട്ടുണ്ട്. അയ്യോ, ഷിനോജ് കുഞ്ഞിനെടുത്തു. നീയും വലുതായിട്ടൊരു പോലീസുകാരനാണോ? ഇങ്ങനെ പോലെ കോൺസ്റ്റബിൾ അല്ല, IPS. എന്നിട്ട് ഇങ്ങനെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കണം, കേട്ടല്ലോ. ആ, അവൻ നിങ്ങളെ പോലെ ആവാണ്ടിരുന്നാ മതി. ഞങ്ങൾക്ക് എന്താ കുഴപ്പം? അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും സ്വന്തം സ്ഥാപനത്തിന്റെ മുതലാളിമാരല്ലേ? ആ, രണ്ടാളും ഈച്ചയായിട്ടിരിക്കുന്ന വെൽഡിംഗ് ഷോപ്പല്ലേ? പുച്ഛിക്കരുത് അളിയാ, പുച്ഛിക്കരുത്. പോലീസ് കയറുമ്പോ ഓട്ടോ ഡ്രൈവർ എന്നല്ല അളിയൻ, അരുൺ പറഞ്ഞു. ഞങ്ങളെ ചേച്ചി വളച്ചെടുത്തപ്പോ തല്ലാതെ വിട്ടതിനെ നന്ദിയെങ്കിലും കാണിക്കണം അളിയൻ. രണ്ടാളും വാടാ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. അകത്തുനിന്ന് ലക്ഷ്മി വിളിച്ചപ്പോൾ അവരങ്ങോട്ട് ചെന്നു. പിന്നാലെ രഞ്ജിത്തും. അച്ഛനമ്മയ്ക്ക് സുഖാണോ ഷിനു? ചപ്പാത്തി രണ്ടാളുടെയും പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. അച്ഛൻ നിന്നോട് ഇപ്പോഴും കലിപ്പിലാണോ? ആര് മൈൻഡ് ചെയ്യുന്നു? മൂപ്പർക്ക് 2 കാര്യത്തിലാണല്ലോ ദേഷ്യം. ഒന്നേന്റെ ജോലി, 2 ഞാൻ ഇങ്ങോട്ട് വരുന്നതിൽ. ആ ദേഷ്യം നീ ആയില്ലേ ഷിനു? രഞ്ജിത്ത് കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്നെടുത്തു. നിന്റെ അച്ഛന് സ്വന്തമായിട്ടൊരു പലചരക്കടയുണ്ട്. അവിടെ സഹായിക്കാൻ പറഞ്ഞ നീ കേട്ടില്ല. നിന്റെ ഇഷ്ടത്തിന് വെൽഡിംഗ് പഠിച്ച ഒരു ഷോപ്പ് തുടങ്ങി. വർക്ക് കുറവാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഗൾഫിൽ ജോലി ശരിയാക്കി. നീ അതിനും പോയില്ല. പിന്നെ ഞങ്ങളുടെ കാര്യം പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെ ഞങ്ങൾ ചെയ്ത്. വേറെ വഴിയിലായിരുന്നു. എന്റെ അച്ഛനും നിന്റെ അച്ഛനും പണ്ടോട്ടേ ശത്രുക്കളാ. ഞങ്ങളുടെ ബന്ധം അറിഞ്ഞപ്പോൾ 2 വീട്ടുകാർ എതിർത്തു. ഇവളെ ഇറക്കിക്കൊണ്ടുവന്നപ്പോൾ എന്റെ വീട്ടുകാർ പുറത്താക്കി. ഇപ്പൊ ഒരു കുഞ്ഞു എനിക്ക് നല്ല ജോലി കിട്ടിയ ശേഷം എന്നോട് അവർക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷേ നിന്റെ അച്ഛനും അമ്മയും അംഗീകരിക്കാതെ ഞങ്ങൾ ഇങ്ങോട്ടും പോവില്ല. രഞ്ജിത്ത് ഒന്ന് വിശ്വസിച്ചു. നിന്നേക്കാൾ ഇവളെ അച്ഛൻ സ്നേഹിച്ച്. അപ്പൊ വേദനയും ദേഷ്യവും വാശിയും കൂടും. അദ്ദേഹം പടിയടച്ച് പിണ്ടം വെച്ച് ഇവളെ കാണാൻ നീ വരുന്ന അറിയുമ്പോൾ നിന്നോട് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികം. ആടെ ഇനിയിപ്പോ എന്താ വേണ്ടത്? ഞാനിങ്ങോട്ട് വരാതിരിക്കണം. എനിക്ക് അച്ഛനെ പോലെ ചേച്ചി ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. അച്ഛനീ കാണിക്കുന്ന ദുർവാശിയാ. ആളെയും ചേച്ചി ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? ഈ കുഞ്ഞിനോർത്തിൽ ഇങ്ങോട്ട് വരിക, നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ ചെയ്യാലോ. അമ്മ പിന്നെ അച്ഛനെ വിളിച്ചിട്ടാണെന്ന് വിചാരിക്കാം. ഷിനോജി കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി. എന്നെ ഗൾഫിലാക്കണമെന്നും പിടിവാശിയാ. ഞാൻ വെറുതെ നടക്കുന്നല്ലോ. അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള കിട്ടുന്നുണ്ട്. എന്റെ കടങ്ങളൊന്നും അച്ഛനെ ബാധിക്കുന്നില്ല. പിന്നെന്തിനാ ഇവിടുന്ന് പോണേ? താല്പര്യമില്ലാത്തതിന് നിർബന്ധിക്കുന്നുണ്ടാ ഞാൻ മിണ്ടാത്ത്. അവൻ ലക്ഷ്മിയുടെ ചുമലിൽ നിന്ന് തോർത്തെടുത്ത് മുഖം തുടച്ചു. അളിയൻ പറഞ്ഞല്ലോ ചേച്ചിയോട് അച്ഛന് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ മോളുടെ ഇഷ്ടം നടത്തി കൊടുക്കില്ല വേണ്ടിയിരുന്നു. അച്ഛനറിയാത്ത ആളൊന്നുമല്ലല്ലോ അളിയൻ. എടാ, അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ. എന്ത് കാരണം അളിയാ? ആൾക്കാർ ചിരിക്കാതെ കേട്ടിട്ട്. അളിയൻ്റെ അമ്മ സുജാ ചേച്ചിക്കും ഞങ്ങളുടെ അച്ഛനും പണ്ട് രാഘവൻ നമ്പിയായിട്ട് ഇഷ്ടേക്കമ്മിലായിരുന്നു പണി. ഇടയ്ക്ക് അച്ഛനും സുജാ ചേച്ചിയോട് പ്രേമം. അത് 1 സൈഡ് ലവ്. ഒടുവിൽ നിങ്ങളുടെ അച്ഛൻ ലൈൻമാൻ ഗോവിന്ദേട്ടൻ അച്ഛനെ ഓവർടേക്ക് സുജാ ചേച്ചിയെ കെട്ടി. അച്ഛൻ കുറെ നാൾ മാനസമേനെ പാട്ടും പാടി വെള്ളടിച്ച് നടന്നു. ആ കാലത്താ കാവിന്റെ അടുത്തുള്ള നമ്മുടെ സ്ഥലത്തിന്റെ അതിലുള്ള മാവ് കറണ്ട് കമ്പിയിൽ ചാഞ്ഞു എന്ന് പറഞ്ഞ് ഗോവിന്ദേട്ടൻ വെട്ടിയത്. ആകെ 2 കൊമ്പ് അങ്ങനെ മുറിച്ചത്. അതിന് അച്ഛൻ ഗോവിന്ദേട്ടനെ കള്ളിന്റെ പുറത്ത് തല്ലി. മാവിന്റെ കൊമ്പ് പോയതിലല്ല, കാമുകയെ കെട്ടിയതിന്റെ ദേഷ്യം തീർത്താണ് നാട്ടുകാര്. ഒടുക്കം പോലീസ് കേസായി കുറെ അലഞ്ഞു. അന്നത്തെ പക ഇനിയും മാറിയിട്ടില്ല. അതിന്റെ പേരില്ല അളിയനോട് ദേഷ്യം. ഏയ്, അങ്ങനെയൊന്നുമല്ല ഷിനു. രഞ്ജിത്ത് എതിർത്ത്. ഡിപ്ലോമ വരെയുള്ള പഠിപ്പിച്ചൊരു ജോലി ശരിയാക്കി കൊടുത്ത അദ്ദേഹമല്ലേ. വേറൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു എനിക്ക് എങ്ങനെ കെട്ടിച്ചേരാനാടാ? ഒന്നും മതിയാക്കാമോ? അരുൺ ശബ്ദം ഉയർത്തി. പണ്ടാരടങ്ങാൻ മനസ്സമാനത്തോടെ വല്ലതും കഴിക്കാൻ പറ്റില്ലേ നിങ്ങൾ? ഈ പഴമ്പൂരാണ് കേട്ട് മടുത്തു. ഓട്ടോ ഡ്രൈവർ ഇന്ന് പോലീസുകാരനായി, ഡിപ്ലോമക്കാരി വീട്ടു വരണോ? നിങ്ങളുടെ ബന്ധത്തിലുള്ള ട്രോഫിയായി കയ്യിലിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ഞാനിങ്ങോട്ടില്ല. ചൂടാവാതെ എന്നാ ചൂടായിട്ട് 2 ചപ്പാത്തി കൂടി കഴിക്കുക. ലക്ഷ്മി പാത്രം തുറന്നു. വേണ്ട, ഞാൻ നിർത്തി. അരുൺ എഴുന്നേറ്റു. ആ ഫ്ലോ അങ്ങ് പോയി. ഇനി ഉച്ചക്ക് വരാം. ലക്ഷ്മി, മുറ്റത്തുനിന്നൊരു സ്ത്രീ ശബ്ദം. ദാ വരണം സീതേച്ചി. ലക്ഷ്മി വേഗം അങ്ങോട്ട് നടന്നു. അതാരാളിയാ? അപ്പുറത്തെ പുതിയ താമസക്കാരാടാ. ഈ നാട്ടിൽ നമ്മളറിയാത്ത ആളുകളോ? അവരിന്നലെ എത്തിയേ. ആ, ചോദിക്കാൻ മറന്നു. പോലീസുകാരന് സൺഡേ ഓഫാണോ? അല്ല, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. നീ ഇന്ന് ഇവിടെ കിടന്നോ? യോ വേണ്ട, അതുകൂടി അറിഞ്ഞ അച്ഛനെ ചവിട്ടി പുറത്താക്കും. ആകുമാറി ഷിനോജി കുഞ്ഞിന്റെ കളിൽ ഉമ്മവെച്ചു. അതുടാ, മാമാര് കുറച്ച് കഴിഞ്ഞ് വരാം. അവനാരുടെ ഉമ്മർത്തെത്തിയപ്പോൾ ലക്ഷ്മിയുടെ ഒരു സ്ത്രീയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. സീതേച്ചി, ഇത് അനിയന്മാരാ. 2 ആളോ?
ആ ഒരു സംശയത്തോടെ ഷിനോജിനെ അരുണിനെയും മാറി മാറി നോക്കി. അതെ, ലക്ഷ്മി പുഞ്ചിരിച്ചു. അച്ഛൻ്റെ കസിൻ്റെ മോൻ അരുൺ. ഇവൻ കുട്ടിക്കാലം തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഇവരെന്താ ചെയ്യുന്നേ? രണ്ടാളും വെൽഡിംഗ് പണിക്കാരാ. ആ ചർച്ചിൻ്റെ അടുത്തുള്ള ഷോപ്പ് ഇവിടേതാ. ചേച്ചിക്ക് വീട്ടിലെന്തോ പണിയെന്ന് പറഞ്ഞില്ലേ, ഇവരെ ഏൽപ്പിച്ചോ? ആണോ? എന്നാ മക്കൾ ഇപ്പൊ തന്നെ അത് വന്നു നോക്ക്, അവർ പറഞ്ഞു. അടുക്കള ഭാഗത്താ വർക്ക് ഏരിയയിലെ ഗ്രിൽസ് മൊത്തം തുരുമ്പിച്ചു പോയി. തൊട്ടാൽ അത് വീഴും. അതൊന്ന് മാറ്റിപ്പണിയണം. പിന്നെ ടെറസിലൊരു ഷീറ്റ് ഇടണം. മഴക്കാലല്ലേ വരാൻ പോകുന്നു. തുണിയൊക്കെ ഉണക്കാനിടാനാ. നാളെ ഒന്നാ പോരെ ചേച്ചി? ഇന്നിച്ചിരി ബിസിയാ. അത് ശരിയാ, വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിക്കാൻ പോയ രണ്ടാളും ദേ ഇന്ത്യൻ ടീം വരെ കാത്തിരിക്കുക. ലക്ഷ്മി കളിയാക്കി. അവര് വന്നോളും സീതേച്ചി. സീത സന്തോഷത്തോടെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ എന്താ ഉത്സാഹം? ഷിനോജ് കണ്ണുരുട്ടി. ഉടനെ ചാടിച്ചെന്ന ഒരു വില ഉണ്ടാവില്ല, ഇച്ചിരി ഡിമാൻഡ് ഉണ്ടാവും. അതാ ബിസിനസ്. നിന്റെ കടയിലെ വെൽഡിംഗ് മെഷീനൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. കിട്ടുന്ന പണി എന്തിനാണ് കളയുന്നേ? ഇതാ ഖദീജമ്മയുടെ വീടല്ലേ ചേച്ചി? ഇതെപ്പോഴാണ് വിൽപ്പന നടന്ന്? അരുൺ ചോദിച്ചു. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 1 മാസമായി പോലും. ഖദീജമ്മ മക്കളുടെ കൂടെ കോഴിക്കടയിൽ പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞില്ലേ? ആരോടെ സെറ്റായി കാണും. ഈ നാട്ടിൻപുറത്ത് വെറുതെ വീടും പറമ്പും കാട് കയറി കിടക്കണല്ലോ എന്ന് എഴുതിയാവും വിറ്റത്. ഈ ചേച്ചി തനിച്ചാണോ? അല്ല, ഒരു മോളുണ്ട്. ആളെങ്ങനെയാ? സുന്ദരിയാണോ? ഷിനോജ് അപ്പുറത്തെ വീടിന് നേരെ ഏന്തി വലിഞ്ഞ് നോക്കി. എന്റെ അത്രയൊന്നുമില്ല. അപ്പൊ പിന്നെ തീരെ കാണാൻ കൊള്ളൂലായിരിക്കും. നീ വളാ ഷിനു, വെറുതെ സമയങ്ങളെ. അരുൺ അവരെ കൈ പിടിച്ച് വലിച്ചു. രണ്ടുപേരും ബൈക്കിൽ നിന്ന് ക്രിക്കറ്റ് ബാറ്റും സ്റ്റെമ്പുകളും എടുത്ത് വയലിലേക്ക് നടന്നു. രാത്രി അത്താഴം കഴിഞ്ഞ് മുറിയിൽ നിന്ന് കടയിലെ കണക്കുകൾ പരിശോധിക്കായിരുന്നു ഭരതൻ. അനിതൊരു ഗ്ലാസ്സിൽ വെള്ളവുമായി അങ്ങോട്ടേക്ക് വന്നു. കിടക്കാറായില്ലേ? അയാളൊന്ന് മൂളി. പിന്നെ കണ്ണട ഊരിമാറ്റി അവരുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി മേശ വലിപ്പ് തുറന്ന് ഒരു ഗുളിക വായിലിട്ട് വെള്ളം കുടിച്ച ശേഷം ഗ്ലാസ് തിരികെ നൽകി. ഈടായിട്ട് കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ അനിതേ. എവിടെയൊക്കെയോ പാളുന്നു. അത് നിങ്ങൾ വെറുതെ ഓരോന്ന് ഓർത്തിട്ടാ. അല്ലടി. അയാൾ പുസ്തകടച്ച് എഴുന്നേറ്റു. പണ്ട് തേനിയിലെ കച്ചവടം മതിയാക്കി ഇങ്ങോട്ട് വന്നപ്പോ സ്വന്തം നാട്ടിൽ പച്ച പിടിക്കുന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അതിന് സാധിച്ചു. പക്ഷെ ഇന്ന് ആർക്കു വേണ്ടി എങ്ങനെ കഷ്ടപ്പെടുന്നൊരു തോന്നല്. അയാൾ ബെഡിലിരുന്നു. ചെറുകുകൾ മുളച്ച് പറക്കാൻ ശീലിക്കുന്നവരെ മാത്രമല്ലേ എല്ലാവർക്കും മാതാപിതാക്കൾ ആവശ്യം. അതിനുശേഷം അവർക്ക് അവരുടേതായ ലോകമുണ്ടാവും. ഇവിടെയും അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ എന്തിനാ സമ്പാദിക്കുന്നത്? ആ കാവിൻ്റെ അടുത്തുള്ള പറമ്പ് വിറ്റാലോന്ന അപ്പൻ്റെ ആലോചന. അതെന്തിനാ? ആ പൈസ കൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവാം, ദൂരെ എവിടേക്കെങ്കിലും. ഈ പ്രായത്തിലോ? നിങ്ങൾക്ക് വട്ടാണോ ഭരതേട്ടാ? നല്ല പ്രായം മുഴുവൻ നീ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടില്ലേടി. നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ മാറ്റിവെച്ചു. എന്നിട്ട് എന്ത് നേടി? നാട്ടുകാരുടെ പരിഹാസോ അതോ കുറെ കണ്ണീരോ? അനിത അയാളുടെ അരികിൽ നിന്ന് തോളിൽ കൈവച്ചു. എന്തിനാ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞില്ലേ? ഒന്നുകൂടെ മറക്കാൻ പറ്റുന്നില്ല. അയാൾ ബെഡിലേക്ക് കയറി കിടന്നു. 3-ാം വയസ്സിൽ അവൾ കാല് തെന്നി വെള്ളം നിറച്ച വലിയ ചരുവത്തിലേക്ക് വീണ ഓർമ്മയുണ്ടോ നിനക്ക്? നീ പുറകിലെ പറമ്പിൽ ജോലിയിലായിരുന്നോണ്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ അടുക്കളയിലെത്തുമ്പോ കാണുന്ന അതാ. അലറി വിളിച്ചോണ്ട് അവൾ എടുത്തപ്പോ അനക്കല്ലാതെ കിടക്കായിരുന്നു എന്റെ കുട്ടി. ആ സമയത്ത് വണ്ടിയൊന്നും കിട്ടിയില്ല. കവല വരെ നീയും ഞാൻ ഓടി. അവിടുന്ന് ഓട്ടോ പിടിച്ച ആശുപത്രിയിലേക്കും. ഡോക്ടർമാരവൾ പരിശോധിക്കുമ്പോ നിന്നെക്കാൾ കൂടുതലന്ന് കരഞ്ഞ ഞാനാ. കുഞ്ഞിനെ ജീവനോടെ കിട്ടാൻ വേണ്ടി എത്രയോ നേർച്ചകൾ നേർന്നു. ഭാഗ്യത്തിന് അവൾക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ വലുതാവുന്നവരെന്നും ശ്വാസതടസ്സമായിരുന്നു. രാത്രിയൊക്കെ അവൾക്ക് ശ്വാസം കിട്ടാതെ കഷ്ടപ്പെടുമ്പോ നമ്മളൊക്കെ എത്ര ഉറക്കൊഴിച്ചതാ. വയ്യാത്ത കുഞ്ഞെന്ന കരുതലും സ്നേഹക്കൂടുതലും അവളോട് എന്നും ഞാൻ കാണിച്ചു. അതിന്റെ പേരിൽ ആ ഷിനുവിന് എന്നോട് ദേഷ്യം. അതിൽ കാര്യമുണ്ട്. അവളെയാ ഞാൻ കൂടുതലും പരിഗണിച്ച് എല്ലാം അവളുടെ ഇഷ്ടത്തിന് വിട്ടു. പക്ഷേ അവസാനം അച്ഛൻ അവൾക്ക് ഒരു കൊള്ളരുതാത്തവനായി. ഭരതന്റെ ശബ്ദമിടറിയപ്പോൾ അനിതയ്ക്ക് നെഞ്ചിലൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു. ഈ മുറ്റത്തുനിന്നും ഗോവിന്ദന്റെ മോന്റെ കയ്യും പിടിച്ച് അവൾ ഇറങ്ങിപ്പോകുന്നത് ഇപ്പോഴെന്റെ കൺമുമ്പിലുണ്ട്. ഇതേ മുറ്റത്തൊരു പന്തലിട്ട് നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തിയ അഭിമാനത്തോടെ അതിലുപരി സന്തോഷത്തോടെ അവൾക്ക് ചേരുന്ന ഒരുത്തന്റെ കയ്യിലേക്ക് ഞാൻ പിടിച്ചേൽപ്പിക്കണമെന്ന് ഒത്തിരി സ്വപ്നം കണ്ടതാ. എന്റെ നെഞ്ചിൽ കിടത്തിറക്കിയ പെണ്ണ് ഇങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടി. അരിന്തൊന്നും മിണ്ടാതെ അയാളുടെ കണ്ണുകൾ തുടച്ചു. എന്തു പറഞ്ഞാലും ആശ്വസിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. പകൽ മുരടനും ആരെയും പേടിയില്ലാത്തവരുമായി അഭിനയിക്കുന്ന എന്റെ ഭർത്താവ് രാത്രികളിൽ മനം പൊട്ടിക്കരയുന്ന പതിവ് കാഴ്ചയാണ്. അതിന് കാരണക്കാരിയായ ലക്ഷ്മിയോട് അവർക്ക് അതിയായ കോപം തോന്നി. അതേ ദേഷ്യത്തോടെ മുറി വിട്ടിറങ്ങി അടുക്കളയിലെത്തിയപ്പോഴാണ് അവിടെ ഇരുന്ന് അത്താഴം കഴിക്കുന്ന ഷിനോജിനെ കണ്ടത്. അതോടെ അവരുടെ നിയന്ത്രണം വിട്ടു. ഇത്രയും നേരം നീ ആരെ പിണ്ടം വെക്കാൻ പോയതാടാ? അവർ പൊട്ടിത്തെറിച്ചു. നേരത്തും കാലത്തും വീട്ടിൽ വന്നൂടല്ലേ? എനിക്ക് വയ്യ നിന്റെ പതിവ് കഴിഞ്ഞ് ഒരു നേരം കാത്തിക്കാൻ. അതിന് അമ്മയോട് ആര് കാത്തിക്കാൻ പറഞ്ഞു? ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കൂടെ?
വേറെ വല്ലതും മനസ്സിൽ വെച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ശരിയാ, എനിക്ക് അതിനുള്ള അവകാശം പോലും ഇല്ലല്ലോ. ആറ് മൂക്ക് പിഴിഞ്ഞു. രണ്ടെണ്ണത്തിനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതിന് കൂലി കിട്ടുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഷിനോജ് ചാടി എഴുന്നേറ്റ് പ്ലേറ്റ് തട്ടി മാറ്റി. പണിയെടുത്ത് കിട്ടുന്നതിൽ ഒരു പങ്ക് ഇവിടെ കൃത്യമായിട്ട് തരുന്നില്ലേ? മറ്റുള്ളവരെ പോലെ ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒറ്റല്ല ഞാൻ. ദിവസവും കള്ളുടിച്ച് 4 കാല് വീട്ടിൽ നിന്ന് എത്രയോ ആൾക്കാർ ഈ നാട്ടിലില്ലേ? ഞാൻ അവരെ പോലെ ഒന്നും ആയില്ലല്ലോ. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? ഗൾഫ് പോയി പണം വാരി കൊണ്ടുവരുന്ന എനിക്ക് താല്പര്യമില്ല. അതിന് മാത്രം ദാരിദ്ര്യം ഇവിടെ ഇല്ലല്ലോ. വേണ്ട, നിനക്ക് കടയിൽ പോയി അച്ഛനെ സഹായിച്ചൂടെ? ദിവസം കഴിയുന്നതോറും ആരോഗ്യം കുറഞ്ഞു വരിക. ആ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാ നീയൊക്കെ ഇവിടെ വരെ എത്തിയെന്ന് ഓർമ്മ വേണം. ഞാനതും മറന്നിട്ടൊന്നുമില്ല അമ്മേ. പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്ത എന്തിനാ അടിച്ചേൽപ്പിക്കുന്നത്? കുറെ നാളായി തുടങ്ങിയിട്ട് ഇവിടുന്നുള്ള പോകാനായിട്ട് ബന്ധുക്കളെയും നാട്ടുകാരെയും കൊണ്ട് ഉപദേശം മടുത്തു. ഇതിനൊക്കെ അമ്മക്ക് വലിയ ഉത്സാഹമാണല്ലോ. ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ചേച്ചിയുടെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം അമ്മയ്ക്ക് ഇല്ലാത്ത എന്താ? സ്നേഹിച്ച പുരുഷന്റെ കൂടെ ജീവിക്കുന്ന ഒരു തെറ്റ് ചേച്ചി ചെയ്തിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര നാളായി? പിന്നെന്തിനാ ഇനി ഈ വാശി അമ്മേ? ഷിനു, നീ അവളെ എടുത്ത് തലയിൽ വെച്ചോ. പക്ഷെ ഞങ്ങളെ നാണം കെടുത്തി ഇവിടുന്ന് ഇറങ്ങിപ്പോയി അവളോട് ക്ഷമിക്കാൻ ഈ ജന്മം എനിക്ക് പറ്റില്ല. എന്ത് നാണം കെടുത്തി അമ്മ ഈ പറയുന്നത്? അളിയനെ ഇവിടെ വന്ന് അന്തസ്സായി പെണ്ണു വെച്ചല്ലേ? നിങ്ങൾ സമ്മതിച്ചോ? ഇല്ല. അതും പോരാണ്ട് ചേച്ചിയുടെ സമ്മതമില്ലാതെ വേറെ ആലോചനകൾ കൊണ്ടുവന്നു. അന്നും ഞാൻ എതിർത്താ, ആരും കേട്ടില്ല. നിവൃത്തിയില്ലാതെ ചേച്ചി പോയത്. എനിക്ക് ചേച്ചിയോട് അന്ന് ദേഷ്യം തോന്നിയിരുന്നു. എന്നോട് വാക്ക് പറഞ്ഞില്ല. പക്ഷെ പ്രഗ്നന്റ് ആയപ്പോ ആദ്യം അറിയിച്ച എന്നെയാ. ആദ്യൂട്ടം ജനിച്ചപ്പോ എന്റെ അരുണിന്റെ കയ്യിലേക്കാ അളിയൻ എടുത്തെന്ന്. എനിക്ക് തള്ളി പറയാൻ പറ്റില്ല അമ്മേ. എന്റെ കൂടെ പിറപ്പാ. നിങ്ങൾ ഈ വെറുപ്പും കെട്ടിപ്പിടിച്ച് ജീവിക്ക്. ആവുന്ന തന്നെ മുറിയിലേക്ക് ചെന്ന് ഡോറ് വലിച്ചടച്ചു. അനിത സ്റ്റൂൾ വലിച്ചിട്ടിരുന്ന് തല ടേബിൾ വെച്ച് കിടന്നു. ഒരിക്കൽ സന്തോഷവും സമാധാനവും കളിച്ചിരികളും നിറഞ്ഞു നിരുന്ന സ്വർഗമായിരുന്നു ആ വീട്. പക്ഷേ ഇന്നത് വെറും കെട്ടിടം മാത്രമാണ്. ഷിനോജ് പറഞ്ഞ പോലെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലായിട്ടല്ല, അത് തന്റെ ഭർത്താവിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് അടക്കി വെക്കുന്നതാണ്. മകൾ കാരണം മറ്റുള്ളവർക്ക് മുമ്പിൽ അപമാനിക്കപ്പെട്ട ആ മനുഷ്യനെ താനും വേദനിപ്പിച്ചാൽ ചിലപ്പോൾ താങ്ങില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിയണേ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. നീ എന്താടാ ഈ നേരത്ത്? ഇന്ന് കടർന്നില്ലേ? പതിവില്ലാതെ ഉച്ചയ്ക്ക് ഷിനോജ് വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മി അമ്പരന്നു. തുറന്നു. അരുൺ അവിടെ ഉണ്ട്. ഞാനൊന്ന് ബാങ്കിൽ പോയതാ, ഒരു ലോണിന് അപേക്ഷിക്കാൻ. എനിക്കിപ്പോ എന്താ കാശിനാവശ്യം? വേറൊന്ന് 2 കടങ്ങളുണ്ട്. ഇത് കിട്ടിയിട്ട് വേണം അത് തീർക്കാൻ. പിന്നെ കടയിലേക്ക് കുറച്ച് ടൂൾസ് വാങ്ങണം. അതിനാണോ ലോണ്? കഷ്ടം. എന്നാ പിന്നെ ചേച്ചിതാ പൈസ. പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? നീ ഒരു കാര്യം ചെയ്യും, പുറകിലെ മരത്തിൽ കയറി കുലുക്ക്. ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ടാ മതി കേട്ടോ. അയ്യടാ, നല്ല ചീഞ്ഞ കോമഡി. ഉറങ്ങോ? നീ ഊണ് കഴിച്ചോടാ? അതിനല്ലേ ഇങ്ങോട്ട് വന്ന്. വീട്ടില് സാമ്പാറാണെന്ന് തോന്നുന്നു. ഇവിടെ അതെ, സാമ്പാറാ. എന്നാലും കുഴപ്പമില്ല, ചേച്ചിക്ക് അമ്മയേക്കാൾ കൈപ്പുണ്യുണ്ട്. സുഖിപ്പിക്കല്ലേ, കൈ കഴുകു. ഷിനോജ് കൈ കഴുകിയിരുന്നു. ലക്ഷ്മി പ്ലേറ്റിൽ ചോറും കറി എടുത്ത് അവന് നൽകി. ചേച്ചി കഴിച്ചോ? അത് ആളവൻ കഴിക്കുന്നത് നോക്കി അടുത്തിരുന്നു. പോലീസുകാരൻ രാവിലെ തന്നെ പോയോ? പോയി. നിന്നെ കാണാന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്തിനാ? അപ്പുറത്തെ സീതേച്ചി ഇന്ന് രാവിലെ വന്ന് നിന്നെ ചോദിച്ചു. അവിടെ ഒന്ന് പോയി എന്താ പണി നോക്കാൻ നിന്നോട് പറഞ്ഞിട്ട് ദിവസം എത്രയും? അവർ രാവിലെ തന്നെ രഞ്ജിയേട്ടനോട് പരാതി പറഞ്ഞു. പെട്ടെന്ന് തീർക്കേണ്ട ഒരു വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ഇപ്പൊ അവരുടെ ഉണ്ടോ? പോയി നോക്കാം. സീതേച്ചി രാവിലെ ജോലിക്ക് പോയല്ലോ. മോളുണ്ടാവും. അവർക്കിവിടെ ജോലി? ഇവിടെ ആയുർവേദ ആശുപത്രിയിൽ ക്ലീനിങ് സ്റ്റാഫാ. അമ്മയും മോള് മാത്രമാണോ വീട്ടിൽ താമസം? അവരുടേതൊരു വലിയ കഥയാശീനു. ലക്ഷ്മി കുറച്ചുകൂടി കൂടി അവന്റെ പ്ലേറ്റിലേക്ക് വിളമ്പി. ടൗണിലെ വിമൻസ് കോളേജ് ഇല്ലേ, അതിന്റെ പുറകില അവരുടെ പഴയ വീട്. ഭർത്താവ് മരിച്ചിട്ട് കുറെ കാലമായി. ഇവര് കഷ്ടപ്പെട്ട മക്കളെ വളർത്തിയത്. കുറച്ചു വർഷം മുമ്പ് മൂത്തമോൻ ആത്മഹത്യ ചെയ്തു. ഏകദേശം നിന്റെയൊക്കെ പ്രായമാണ് പോലും. അയ്യോ, എന്തിനാ ആത്മഹത്യ ചെയ്ത്? ഏതോ പെണ്ണുമായിട്ട് പ്രണയം. അവള് ഗുഡ് ബൈ പറഞ്ഞു. അതിനെ കാരണം. മണ്ടൻ. എന്റെ പ്രായം ഉണ്ടെങ്കിൽ അതിനുള്ള പക്വതയും വേണ്ടേ? ഒരു പെണ്ണ് തേച്ചതിന് ചാകുകയാണെങ്കിൽ ഞാനൊക്കെ 10 എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്യണം. എല്ലാവരും ഒരുപോലെ അല്ലല്ലോടാ. അതും ശരിയാ. ബാക്കി പറ. കുറെ നാൾ അതിന്റെ ഷോക്കിലായിരുന്നു അവര്. പിന്നെ ഇവിടുത്തെ ആശുപത്രിയിൽ ജോലി കിട്ടിയപ്പോൾ എല്ലാം വിറ്റ് ഇങ്ങോട്ട് വന്നു. റിട്ടയർ ആയാലും ഇതുപോലെ നാട്ടിൻപുറത്ത് താമസിക്കാൻ അവർക്ക് ഇഷ്ടം. മോള് പഠിക്കുകയാണോ? അല്ല, അവൾ ഫാർമസിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ PSCയിലെ പോലീസ് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത മാസം മറ്റേ കണ്ണൂരിൽ ഫിസിക്കൽ ടെസ്റ്റാണ് സീതേശി പറയുന്നുണ്ടായിരുന്നു. കൊള്ളാലോ, എവിടെയും അവിടെയും പോലീസ്. അവൻ കൈ കഴിയും. എന്നാലും ചേച്ചി വാ, ഭാവി പോലീസുകാരെ കണ്ടിട്ട് വരാം. നീ തനിച്ചു പോയാൽ മതി. മോനിപ്പോൾ എഴുന്നേൽക്കും. ഞാനിങ്ങനെ ഒറ്റക്ക്. പെണ്ണാളൊന്നല്ലല്ലോ, പോയി വായിച്ചേക്ക. ലക്ഷ്മി അവൻ ഉന്തിത്തള്ളി വിട്ടു. അവൻ ബൈക്കിൽ നിന്നും മെഷർമെന്റ് ടേപ്പ് എടുത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു. മുറ്റത്താരും ഉണ്ടായിരുന്നില്ല. ഇടതുവശത്തെ തെങ്ങളിൽ കെട്ടിയിട്ട കയറിൽ വസ്ത്രങ്ങൾ ഉണക്കാനിട്ടിട്ടുണ്ട്. അത്യാവശ്യം പഴക്കമുള്ള വീടാണ്. അവൻ കോളിംഗ് ബെല്ലിൽ വെല്ലാമർത്തി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. മൊബൈൽ ചെവിയിൽ വെച്ചുകൊണ്ടൊരു പെൺകുട്ടി. ഞാൻ വിളിച്ചോളാം പ്ലീസ്. ആൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് കോൾ കെട്ടിയത്. പിന്നെ ഷിനോജിനെ നോക്കി. ആരാ? തന്റെ അമ്മയുടെ ഇച്ചിരി പണിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. വർക്ക് ഏരിയയുടെയും പിന്നെ ടെറസിലും. അതിന്റെ അളവെടുക്കാൻ വന്നാ. എന്റെ അനിയനാ റോഷിനി. ലക്ഷ്മി തുറന്നിട്ട ജനലിലൂടെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടത് ആ പെൺകുട്ടിയുടെ പരിഭ്രമം മാറി പുഞ്ചിരി വിരിഞ്ഞു. ഷിനോജ് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിങ്ക് മിഡിയും ടോപ്പുമാണ് വേഷം. ഇരുനിറം.
അരക്കെട്ട് വരെ നീണ്ട സമൃദ്ധമായ ചുരുൾമുടി, 2 കവിളിലെ മുഖക്കുരുവിന്റെ പാടുകൾ. സിനിമാ നടി സായി പല്ലവിയെ പോലെയാണ് അവന് തോന്നിയത്. റോഷിനി, നല്ല പേര്, അവൻ മനസ്സിൽ പറഞ്ഞു. വന്നോളൂ. അവൾ ക്ഷണിച്ചു. ഷിനോജി ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറി. അവൾ അവൻ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. വർക്ക് ഏരിയയിലെ ഗ്രിൽസ് സീത പറഞ്ഞ പോലെ തുരുമ്പെടുത്തിരുന്നു. ചില കമ്പികൾ ദ്രവിച്ച് പൊട്ടിയിട്ടുമുണ്ട്. അതിന്റെ വാതിൽ ആഞ്ഞൊന്ന് വലിച്ചാൽ തകർന്നു പോകും. ഇതൊന്നും ആ ചുമരിനോട് ചേർത്ത് പിടിക്കാമോ? അവൻ ടേപ്പ് നീട്ടി. റോഷിനി അനുസരിച്ചു. ഓരോന്നിന്റെ അളവെടുത്ത് അവൻ മൊബൈലിൽ സേവ് ചെയ്തു. ഇനി ടെറസിൽ പോവാം. റോഷിനി തലകുലുക്കി. മുകളിൽ ഒരു ബെഡ്റൂം മാത്രമായിരുന്നു. ഇടതുവശത്തെ ഡോറുകൾ തുറന്നു. ടെറസിൽ ചാക്കുകളിൽ ചകിരി അടുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ വിറകുകളും. അവൻ റോഷിനിയുടെ സഹായത്തോടെ അവിടുത്തെ അളവെടുത്തു. ഷീറ്റ് ഇട്ടാൽ മതിയോ? അതോ ഇവിടെ ചുറ്റും നെറ്റടിക്കണോ? നെറ്റ് വേണം. എല്ലാം കൂടി എത്ര രൂപയാവും? ഇന്ന് വൈകിട്ട് പറഞ്ഞാൽ മതിയോ? മതി. ചേട്ടൻ്റെ നമ്പർ തന്നേക്ക്. ആ നമ്പർ കൊടുത്തു. ഞാൻ പോട്ടെ. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഊണഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന്. അവൻ താഴേക്ക് കാണുന്നു. പിന്നാലെ അവളും. ഇന്ന് ജോലിക്ക് പോയില്ലേ? ചേച്ചി പറഞ്ഞിരുന്നു ഫാർമസിസ്റ്റ് ആണെന്ന്. ആയിരുന്നു. അത് ഇവിടെയല്ല, തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ്. ഇപ്പൊ അതൊക്കെ മതിയാക്കി. ശരിയാ, എന്തായാലും പോലീസ് അറിയാൻ പോവല്ലേ? അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും ചേട്ടാ. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവണ്ടേ? ട്രെയിനിങ് ഇപ്പോഴേ തുടങ്ങിക്കോ. അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യണം. ആ കാണുന്ന വയലിനപ്പുറത്ത് ക്ലബ്ബൊക്കെ വോളിബോൾ കോർട്ടുണ്ട്. തന്നെ പോലെ കുറെ പെൺകുട്ടികൾ അവിടെ കളിക്കാറുണ്ട്. ഡെയിലി വൈകിട്ട് അങ്ങോട്ട് ചെന്നോ? ശ്രമിക്കാം. അവളുടെ മറുപടി ഒഴുക്കാൻ മട്ടിലായിരുന്നു. മൊബൈൽ പലതവണ കോൾ വരുന്നു. അവളത് അസ്വസ്ഥയോടെ കട്ട് ചെയ്യുന്നു ഷിനോജി കണ്ടു. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ട് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് നടന്നു. അവൾ കുഞ്ഞിനെയും എടുത്ത് ഉമ്മറത്തിരിക്കുകയാണ്. ആഹാ, വീരപ്പൻ ഭരതന്റെ കൊച്ചുമോൻ എണീറ്റോ? അവൻ കുഞ്ഞിനെ പൊക്കിയെടുത്ത് കവളിൽ വേദനിപ്പിക്കാതെ കടിച്ചു. എന്തായി ഷിനു, അളവെടുക്കൽ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാൽ ഈ നാട്ടിൽ സുന്ദരിയായി പെങ്കൊച്ചു വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഞാൻ കണ്ടില്ലല്ലോ. എന്നാ പൊന്നുമോനെ, അതങ്ങ് വിട്ടുപിടിച്ചേക്ക്. ആൾക്ക് വേറെ ആളുണ്ട്. ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? സീതേച്ചി പറഞ്ഞു. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ അവന് മാത്രം മതിയെന്ന വാശിയില്ല റോഷിനി. ഒരു ഒളിച്ചോട്ടം പ്രതീക്ഷിക്കാമോ? ഇല്ല, കല്യാണം എന്തെങ്കിലും നടക്കെങ്കിൽ അത് വീട്ടുകാരെ അംഗീകരിച്ച് ഉണ്ടാവുമെന്ന രണ്ടാളുടെയും തീരുമാനം. അങ്ങനെയാ മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കള്. അല്ലാതെ ചേച്ചിയെ പോലെയല്ല. അവൻ കുഞ്ഞിനെ തിരികെ നൽകി. ഞാൻ പോട്ടെ, ആരും തെറി വിളിക്കുന്നുണ്ടാവും. ഒരു മിനിറ്റടാ. ലക്ഷ്മി ഒരു സ്വർണ്ണമാല അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇതെന്തിനാ? പണയം വെച്ച് നിന്റെ കടം തീർക്ക്. ലോണൊന്നും എടുക്കണ്ട. ഇതൊന്നും വേണ്ട. ആളി എന്ത് വിചാരിക്കും? ഷിനോജ് അവളെ തടഞ്ഞു. നീ ലോൺ എടുക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോ നിന്റെ അളിയൻ തന്നെയാ ഇത് തരാൻ പറഞ്ഞ്. എന്നാലും അത് ശരിയാവില്ല ചേച്ചി. ഷിനോജിന് വല്ലായ്മ തോന്നി. ആ വീട് വാങ്ങിയതിന്റെ കട ഇനിയും തീർന്നിട്ടില്ലെന്ന് അവൻ അറിയാം. ഞാനല്ലേ തരുന്നത്, വാങ്ങിക്കോ. ലക്ഷ്മി മാല അവന്റെ പോക്കറ്റിലിട്ടു. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്ന് നിനക്ക് എന്തൊക്കെ ചെയ്തെന്നാലും മതിയാവില്ല ഷീനു. ഡെലിവറിക്ക് തന്നെ ഹോസ്പിറ്റൽ കയറ്റിയപ്പോൾ ബ്ലഡിന് വേണ്ടി നീ വരണം ഓടിയതൊക്കെ എന്നൊരു രഞ്ജേട്ടൻ പറയും. കൂടുതലായിട്ടൊന്നും നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നേ സങ്കടമുള്ള ചേച്ചിക്ക്. ഒന്നും വേണ്ട ചേച്ചി, ചേച്ചി ഒന്ന് ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. ഷിനോജി ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. ഞാൻ പോവാ, ഇനി നാ സെന്റിയാവും. അവൻ മുറ്റത്തിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. രാത്രി വിളിക്ക്. അവൾ തലയാട്ടി. അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം ചെന്ന് സീതയുടെ വീട് നേരെ നോക്കിയപ്പോൾ റോഷിനി ടെറസിൽ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൾ കണ്ണുകൾ തുടക്കുന്നുണ്ട്. അവളുടെ കാമുകനോടായിരിക്കുമോ അതോ വേറെന്തെങ്കിലും പ്രശ്നം? ആരായാലും നിനക്കെന്നടാവൂലേ എന്ന് മനസ്സ് തിരിച്ചു ചോദിച്ചപ്പോൾ ഷിനോജ് ബൈക്കിന്റെ വേഗത കൂട്ടി. അളവെടുത്ത് പണിയിച്ച ഗ്രിൽസ് വർക്ക് ഏരിയയിൽ ഫിറ്റ് ചെയ്യാൻ അരുണും ഷിനോജും. ടെറസിൽ റൂഫ് ഷീറ്റിന്റെയും ചുറ്റുവട്ടമുള്ള നെറ്റിന്റെയും പണി കഴിഞ്ഞിരുന്നു. ഒരാഴ്ച അവർ സീതയുടെ വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു ഷിനു? അരുൺ അവന്റെ അടുത്ത് നിന്ന് ശബ്ദം താഴ്ത്തി. ആ പെങ്കൊച്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തു പ്രശ്നടാ? ഉള്ളിലൊരു സങ്കടക്കടൽ ഒളിപ്പിച്ച് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നവൾ. എന്റെ പൊന്നു കൂട്ടുകാരാ, എവിടെ കിട്ടിയാണെന്ന് എനിക്ക് ഓഞ്ഞ സാഹിത്യം. ഷിനോജ് അവന്റെ തലക്കൊരു കൊട്ടുകൊടുത്തു. അവളിൽ അവരും തമ്മിൽ വഴക്കിട്ടുണ്ടാവും, സ്വാഭാവികം. എന്നും വഴക്കോ? ഇതൊന്നും ആയിരിക്കില്ല. എടാ, കൊച്ചു പോലീസാവുന്ന കാമുകിന് ഇഷ്ടമല്ല. അതിന്റെ പേരിൽ അവർ മിക്കവാറും അടിയാണെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ തെണ്ടികളാ മറ്റാണുങ്ങളെ കൂടി പറയിക്കുന്നത്. ബെസ്റ്റ്. കാമുകിയോട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ തറവാട്ടി പോകുമ്പോൾ അനുവാദം ചോദിച്ചില്ലെന്നും പറഞ്ഞ് വഴക്കിട്ട് നീ തന്നെ ഇത് പറയണം. അത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ? അരുണെ നമ്മളിവിടെ പണിക്ക് വന്ന വീട്ടുകാരുടെ പേഴ്സണൽ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനല്ല. ശരിയും ബ്രാ, ആ ലെവലിംഗ് എടുത്തേ, ഇപ്പൊ ശരിയാക്കി തരാം. ഒരു ട്രേയിൽ 2 ഗ്ലാസ് ചായയുമായി റോഷിനി അവിടെ അടുത്തെത്തി. രണ്ടാളും ചായ കുടിക്കേ. അമ്മ വരാറായില്ലേ? സമയം കഴിഞ്ഞു. ചിലപ്പോൾ ആരുടെയും സംസാരിച്ചെടുക്കുന്നുണ്ടാവും. അരുണും ഷിനോജ് ഓരോ ഗ്ലാസ് ചായ എടുത്തു. നിങ്ങളുടെ പരിചയത്തിൽ പെയിന്റ് ജോലിക്കാരെങ്കിലും ഉണ്ടോ? ഉവ്വല്ലോ. എന്ത്, വീട് പെയിന്റ് അടിക്കണം? അമ്മ പറയുന്നുണ്ടായിരുന്നു. അത് സെറ്റാക്കാം, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഇന്നത്തോടെ നിങ്ങളുടെ ജോലി കഴിയില്ലേ? കഴിഞ്ഞു. ഈ ഗ്രിൽസിന്റെ കാറുകളൊക്കെ സിമെന്റ് ഇട്ടിട്ടുണ്ട്. നാളെ ചെറുതായിട്ട് നനച്ചു കൊടുക്കണേ. ഷിനോജിന്റെ മൊബൈൽ ശബ്ദിച്ചു. അവൻ ഗ്ലാസ് റോസ്റ്റിംഗ് നൽകി ഫോൺ എടുത്ത് നോക്കി. ലക്ഷ്മിയായിരുന്നു.
ഹലോ ഷീനു, നീ അവിടെ നിന്ന് ഇറങ്ങിയാടാ? ഇല്ല ചേച്ചി. റോഷിനി അടുത്തുണ്ടോ? ഉണ്ട്. എന്താ ചേച്ചി? ആള് വിളിച്ചിട്ട് കിട്ടുന്നില്ല. എടാ സീതേച്ചിക്ക് ഒരു ചെറിയ ആക്സിഡന്റ്. അയ്യോ, എന്നിട്ട്? പേടിക്കാനൊന്നുമില്ല. അവർ കയറി ഓട്ടോ ആ വായനശാല മുമ്പിൽ മറിഞ്ഞ. ഇപ്പൊ സാഗൻ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഞാനിവിടെ മോനെയും കൊണ്ട് വന്നപ്പോൾ ഓട്ടോ ഡ്രൈവർ മുരളിയേട്ടൻ കാര്യം പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, റോഷിനിയും കൂട്ടി ഇവിടേക്ക് വാ. ഈ സമയത്ത് ആ പെണ്ണ് ബസ് കയറി അവിടെത്തുമ്പോൾ രാത്രിയാവും. ഞാൻ ഫോൺ എടുക്കാം, ചേച്ചിയെന്നെ പറഞ്ഞു. അവൻ ഫോൺ റോഷിനി കൈമാറി. ചേച്ചിയാ? ആൾ ഫോൺ കാതോടടുപ്പിച്ചു. ആളുടെ മുഖഭാവം മാറുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ഷിനോജി കണ്ടു. ആരെയൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞ ശേഷം ആൾ ഫോൺ തിരികെ നൽകി. 2 മിനിറ്റ്, ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് വരാം. ആൾ വേഗത്തിൽ അകത്തേക്ക് നടന്നു. എന്തോ ഷിനു? എടാ സീതേച്ചി കയറി ഓട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹോസ്പിറ്റലാ. ചേച്ചി പറഞ്ഞ റോഷിനിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാനോ? നീ ആരെങ്കിലും വിളിച്ച് വണ്ടി എടുത്ത് വരാൻ പറ. ടൂൾസ് വെൽഡിംഗ് മെഷീൻ ഒന്ന് കടയിൽ കൊണ്ടുവെക്കണം. ഷിനോജി കൈകാലുകളും മുഖവും കഴുകി പണി ഡ്രസ്സ് മാറ്റി. കാശ് വല്ലതും ഉണ്ടായിരുന്നേ? എന്തിനാടാ? വണ്ടിയിൽ പെട്രോൾ ഫുള്ളാ. അതല്ലേടാ, ഒരു വഴിക്ക് പോകുന്നല്ലേ. പിന്നെ നിന്റെ അമ്മായിമ്മയുള്ള ആശുപത്രിയിൽ അവളവിടെ ഇട്ടിട്ട് ഉടനെ വന്നേക്കണം. രാത്രി ഡാമിൽ മീൻ പിടിക്കാൻ പോകണ്ട. ആകെ ഞാൻ എത്തിക്കോളാം. റോഷിനി വസ്ത്രം മാറി അങ്ങോട്ട് വന്നു. അയാളുടെ കയ്യിൽ ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു. ഷിനേട്ടാ പോവാ. വീടടച്ചോ? ഇവിടെ ചെറിയ പണിയുള്ളൂ. അത് നിർത്തിട്ട് അരുൺ പോവും. അവളൊരു താക്കോൽ അരുണിന് നീട്ടി. അരുണേട്ടൻ പോകുമ്പോൾ അടച്ചേക്കോ? താക്കോൽ ആ ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചാൽ മതി. ഏയ് അതൊന്നും ശരിയാവില്ല റോഷിനി. ഇവിടെ അത്രയ്ക്ക് സ്വർണ്ണം പണമൊന്നുമില്ല അരുണേട്ടാ. ഇനി ഉണ്ടായാലും ലക്ഷ്മി ചേച്ചിയുടെ അനിയന്മാരെനിക്ക് വിശ്വാസമാണ്. വെൽഡിംഗ് മെഷീനിലേക്കുള്ള പവർ സ്റ്റോർ റൂമിലെ പ്ലഗ് പോയിന്റിൽ നിന്നാണ് എടുത്തിരുന്നത്. അതിനാൽ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ അരുൺ താക്കോല് വാങ്ങി. പിന്നെ പേഴ്സ് തുറന്ന് ഏതാനും 500 രൂപ നോട്ടുകൾ എടുത്ത് അവൾ കാണാതെ ഷിനോജിന്റെ കയ്യിൽ പിടിപ്പിച്ചു. എന്താണ് ഒരു മനംമാറ്റം? ആള് വിശ്വാസാണെന്ന് പറഞ്ഞുകൊണ്ടാണോ? കോപ്പാ, ഈ നിന്റെ കണക്കിലെഴുതും. ശനിയാഴ്ച എനിക്ക് കാശ് ചോദിച്ചു വന്നാൽ തുണിമുഖയാണെങ്കിൽ ഞാൻ ഞാൻ കാണാത്ത ആളത്. ഷിനോജ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹെൽമെറ്റ് ധരിച്ചു. റോഷിനി വന്നപ്പോൾ അരുണിന്റെ ഹെൽമെറ്റ് അവൾക്ക് നൽകി. അവൾ കയറിയ ഉടനെ അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. 6:30 അവർ സാഗരൻ ആശുപത്രിയിലെത്തി. സീതയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. രഞ്ജിത്തും ലക്ഷ്മി അവിടെയുണ്ട്. റോഷി സീതയുടെ അടുത്തിരുന്നു. അവർ നല്ല ഉറക്കത്തിലാണ്. പേടിക്കാനൊന്നുമില്ല. വലത്തേക്കാലിൽ ഫ്രാക്ചർ ഉണ്ട്. കുറച്ചുനാൾ റെസ്റ്റ് വേണ്ടി വരും. ലക്ഷ്മി അവളെ ആശ്വസിപ്പിച്ചു. ഷിനോജ് തനിക്കിടെ വലിയ റോളൊന്നുമില്ലെന്ന് മനസ്സിലാക്കി കുഞ്ഞിനെയും കൊണ്ട് കോറിഡോറിൽ ചെന്ന് നിന്നു. ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്നു. ആശുപത്രി മുറ്റത്ത് നല്ല തിരക്ക്. ഇടയ്ക്കിടെ വന്നു പോകുന്ന ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും. തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്നതിനിടെ രഞ്ജിത്ത് അവന്റെ അരികിലെത്തി. ഷിനു, ഒരു ഹെൽപ്പ് ചെയ്യണം. എന്താ കളിയാ? ഇന്നോട് നിൽക്കാവോ? രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ പെൺകുട്ടി തനിച്ചല്ലേ ഉള്ളൂ. ആളുകളൊന്നും ചുമ്മായിരുന്നേ. വെറുതെ ആവശ്യമില്ലാതെ വള്ളിയെടുക്കരുത്. ആർക്ക് ബന്ധുക്കളും കുടുംബക്കാർക്കും ഉണ്ടാവില്ലേ? നമ്മളാരാ? എടാ, അവർക്ക് അങ്ങനെ ആരുമില്ല. ലക്ഷ്മിക്ക് പനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവൾ ഇവിടെ നിന്നേനെ. എനിക്ക് രാവിലെ ഡ്യൂട്ടിക്കും പോകണം. ലീവ് കിട്ടില്ല. ഞാൻ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവനാണല്ലോ അല്ലേ? ഇന്ന് ഡാമിൽ പറയണ പോകണ്ട. എന്റെ കരിമീൻ, എന്റെ ഞണ്ട്, എന്റെ ചെമ്മീൻ. ഈശ്വരോ, നടക്കില്ല അളിയാ, നടക്കില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. സീതേച്ചിക്ക് ബിപിയും ഷുഗറൊക്കെ ഉള്ളതാ. രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ റോഷിനി തനിച്ചെന്ത് ചെയ്യും? അവളുടെ കാമുകനോട് വരാൻ പറഞ്ഞൂടെ? തനിക്കൊരു അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ ഓടിയെത്തി അവനോട്. സീതേച്ചിക്ക് സ്നേഹം തോന്നും. അവർ കല്യാണത്തിന് സമ്മതിക്കും. അവസരം മുതലെടുക്കണമെന്ന് അവൾ ഉപദേശിക്ക്. എന്നെ കൊണ്ട് നീ തെറി വിളിപ്പീരുത്. രഞ്ജിത്തിന് ദേഷ്യം വന്നു. നിനക്ക് അവൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെന്നും അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കേട്ടപ്പോൾ തൊട്ടുള്ള കുശുമ്പാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു പോലീസുകാരനാ. അതൊന്നുമല്ല. ഷിനോജ് പതറി. ഇവ പറയുന്ന അനുസരിച്ചാ മതി. എന്നെ കാണാണ്ടിരുന്ന അമ്മ ടെൻഷൻ അടിക്കൊള്ളിയാ. അമ്മയുടെ കുഞ്ഞുവാവ എന്റെ അടുത്ത് അമ്പലർക്കല്ലേ? നീ ഇന്ന് ഡാമിൽ തന്നെ ആയിരിക്കും. മീൻ പിടിച്ച് പങ്കിട്ടെടുത്ത് പുലർച്ചെ വീട്ടിൽ പോകും. ഒറ്റ ദിവസത്തെ കാര്യമില്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. അയാൾ അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. അപ്പോഴേക്കും ലക്ഷ്മിയും പുറത്തെത്തി. അവളുടെ മുഖത്ത് നല്ല തളർച്ചയുണ്ടായിരുന്നു. ഷിനോജ് അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. പനിക്കുന്നുണ്ടല്ലോ, നേരെ വേഗം ഓഫീസിൽ നിന്ന് ഡോക്ടറെ കാണും. എന്നിട്ട് വീട്ടിൽ പോയാൽ മതി. കാശ് വല്ലതും വേണോടാ? അത്യാവശ്യത്തിനുള്ളുണ്ട്. വേണമെങ്കിൽ ചോദിച്ചോളാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. അവർ പോയ ശേഷം അവൻ അനിതയെ അരുണിനെയും വിളിച്ച് ഇന്ന് വരില്ല എന്ന് അറിയിച്ചു. പിന്നെ റൂമിനകത്തേക്ക് കയറി. റോഷിനി ബാഗ് തുറന്ന് സ്റ്റീൽ പ്ലേറ്റും തൂക്കുപാത്രവും ഫ്ലാസ്കും എല്ലാം ടേബിളിൽ നിരത്തി വെക്കുകയാണ്. ഫുൾ സെറ്റപ്പ് ആയിട്ടാണോ വന്ന്? അവൻ പറയുന്നിട്ടപ്പോൾ റോഷിനി തിരിഞ്ഞു. പിന്നെ പുഞ്ചിരിച്ചു. കുറെ നാൾ മുമ്പ് അമ്മയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആവശ്യമാണെന്ന് അന്ന് മനസ്സിലാക്കിയതാ. നന്നായി. ആ പാത്രം എന്താ? ഞാൻ കഴിക്കാൻ വാങ്ങി വരാം. വേണ്ട, ഞാൻ പൊക്കോളാം. എന്നോട് നിർത്തിയിട്ടാ പോലീസുകാരൻ പോയത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. എന്നാലും ഷിനുവേട്ടൻ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? സാരല്ല, ചേച്ചിയുടെ ആൾക്കാരല്ലേ നിങ്ങൾ. നാളെ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആദ്യം ഓടിച്ചില്ലെന്ന് നിങ്ങളായിരിക്കും. അവൻ തൂക്കുപാത്രം എടുത്തു. അമ്മയ്ക്ക് എന്താ വാങ്ങേണ്ടത്? കഞ്ഞി മതി. ഷിനോജ് പുറത്തേക്ക് നടന്നു. തിരിച്ചു വരുമ്പോഴേക്കും സീത എഴുന്നേറ്റിരുന്നു. വേദനയുണ്ടോ സീതേച്ചി? ചെറുതായിട്ട്. അവർ ചിരിക്കാൻ ശ്രമിച്ചു. മോന് ബുദ്ധിമുട്ടായി അല്ലേ? ഏയ്, എനിക്ക് വീട്ടിൽ ചെന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അവൻ പാത്രവും പിന്നെ ഒരു കവർ റോഷിനിക്ക് നൽകി. അതിൽ അവൾ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. ശരിക്കും എന്താ പറ്റിയത്?
ആ വായനശാലയുടെ അടുത്തെത്തിയപ്പോൾ ഒരു കുട്ടി സൈക്കിളും കൊണ്ട് കുറുകെ വന്ന ആ മോനെ ഓട്ടോ ഡ്രൈവർ ബ്രേക്ക് പിടിച്ചപ്പോൾ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അവിടെ ഒന്നും അപകടം നടക്കുന്ന സ്ഥലം. കുറച്ചു മാസം മുമ്പ് മീൻ കൊണ്ടുവരുന്ന ലോറി മറിഞ്ഞിരുന്നു. എന്നിട്ടെന്നാ പിന്നെ കുറെ ദിവസം എല്ലാവരിലും മത്തിക്കറിയായിരുന്നു. ബാക്കിയിലൊക്കെ നാട്ടുകാരൻ മീൻ വാരിക്കൊണ്ടുപോയത്. കടുത്ത വേദന ഉണ്ടായിട്ടും അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ സീത ചിരിച്ചുപോയി. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഞാൻ പുറത്തുണ്ട്. എന്തെങ്കിലും ആവശ്യം മടിക്കാതെ പറയണം കേട്ടോ. മോൻ കഴിച്ചോ? ഉവ്. അവൻ പുറത്തേക്ക് ഇറങ്ങി കോറിഡോറിലെ ചെയറിൽ നിന്ന് ഫോൺ നോക്കാൻ തുടങ്ങി. അരുൺ കൂട്ടുകാരോടത്ത് മീൻ പിടിക്കുന്നതിന്റെ വീഡിയോസ് അയച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് പാട്ട് കേട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ റോഷ്നി അവന്റെ അടുത്ത് വന്നിരുന്നു. കഴിച്ചോ? അവള് മൂളി. അമ്മയോ? വേദന വീണ്ടും വന്നപ്പോൾ നേഴ്സൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. അതിന്റെ ക്ഷീണത്തിൽ ഉറങ്ങി. പിന്നെ കുറച്ചു നേരം മൗനം. ആ കോറിഡോർ ഏറെക്കുറെ ശൂന്യമായിരുന്നു. ഫോണിലേക്ക് വരുന്ന മെസ്സേജ് നോട്ടിഫിക്കേഷനുകൾ റോഷ്നി സ്വൈപ്പ് ചെയ്ത് വിടുന്ന ഷിനോജ് ശ്രദ്ധിച്ചു. ഞാനൊന്ന് ചോദിച്ചാ റോഷ്നി തെറ്റിദ്ധരിക്കരുത്. എന്താ ഷിനു ഏട്ടാ? താൻ ഓക്കെ ആണോ? അതെന്താ അങ്ങനെ ചോദിച്ച്? നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ? അന്നോട്ട് എന്തൊക്കെയോ തന്നെ അലട്ടുന്നുണ്ടെന്ന് തോന്നിയിരുന്നു. അവൾ മിണ്ടിയില്ല. പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിലെ ആവാം. പക്ഷെ അതിങ്ങനെ ഉള്ളിലിട്ട് നീറ്റരുത്. സങ്കടങ്ങളൊക്കെ വെളിയിൽ കളഞ്ഞ് ഹാപ്പിയായിട്ട് ജീവിക്കുക, അതാ വേണ്ടത്. തൻ്റെ വീട്ടിൽ പണിയെടുക്കും പലതവണ താൻ മാറിയെന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി മാത്രം മിണ്ടിയില്ല. എടോ, എന്നെ കണ്ട് പഠിക്കുക. ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതൊക്കെ ഓർത്തിരുന്ന ഭ്രാന്തായി പോവും. റോഷ്നി അവനെ നോക്കി. എന്നെക്കുറിച്ച് എന്തൊക്കെയറിയാം ഷിനിയേട്ടന്? കൂടുതലൊന്നുമില്ല. തൻ്റെ അച്ഛൻ മരിച്ചു എന്നറിയാം. അതുപോലെ ഏട്ടൻ ആത്മഹത്യ ചെയ്തു എന്നും തനിക്കൊരു പ്രണയമുണ്ടെന്നും അതിന് വീട്ടുകാരെതിരാണെന്നും, അത്രമാത്രം. അച്ഛൻ? അവൾ നിന്ദയോടെ ചിരിച്ചു. ആ മനുഷ്യനിക്കൊരു പേടി സ്വപ്ന. ഷിനുവേട്ടനെ അറിയോ? ആദ്യമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ കയറിയത് അച്ഛൻ കാരണം. കുടിച്ച് ബോധമില്ലാതെ എന്നെ അമ്മയും ഏട്ടനെയും കൊല്ലാൻ നോക്കിയപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു പാതിരാത്രി പോലീസ് സ്റ്റേഷനിൽ ഓടിക്കയറിയതാ. അന്ന് എനിക്ക് 13 വയസ്സാ പ്രായം. ലാൻഡ് ഫോണിൻ്റെ കേബിള് അമ്മയുടെ കഴുത്തിൽ കുരുക്കി മുറുക്കുന്ന അച്ഛൻ്റെ മുഖം സ്വപ്നം കണ്ട് ഒരുപാട് നാളുകൾ ഉറങ്ങാതെ കഴിഞ്ഞിട്ടുണ്ട്. കുടിച്ചു കഴിഞ്ഞ് അയാളൊരു മൃഗമായിരുന്നു. അമ്മയെന്നും സംശയം. ഞങ്ങൾ മറ്റാരുടെയാണെന്ന് അയാൾ വിശ്വസിച്ചത്. അയാൾ ചത്തുപോകണമെന്ന് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു ദിവസം തമിഴ്നാട്ടിലേക്കോ മറ്റോ യാത്ര പുറപ്പെട്ടതാ. ട്രെയിനിൽ നിന്ന് വീണ്. അന്നാ ഞങ്ങൾ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയത്. റോഷ്നി ഫോണിലെ ഗ്യാലറി തുറന്ന് അവന് നേരെ നീട്ടി. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. എൻ്റെ ഏട്ടനാ, വിപിൻ. അച്ഛനെ ആക്രമിക്കാൻ വരുമ്പോൾ എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കും. എന്നിട്ട് അടി മുഴുവൻ ഒറ്റക്ക് വാങ്ങും. മുൻനിരയിലെ 2 പല്ല് അടി കൊണ്ട് പൊട്ടിയതാ. മുതിർന്ന പേട്ടനും പ്രതികരിച്ചു തുടങ്ങി. പോലീസ് സ്റ്റേഷൻ കയറിയെന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം അച്ഛന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പകൽ സമയം മാനി, രാത്രി തനിസ്വരൂപം കാണിച്ചു തുടങ്ങും. ഒരിക്കലും ഏട്ടൻ സഹിയായിട്ട് തിരിച്ചടിച്ചു. സ്വന്തം പെങ്ങളുടെ ഉടുതുണി അച്ഛൻ വലിച്ചു കീർന്ന ആർക്കും സഹിക്കാൻ പറ്റില്ലല്ലോ. ഷിനോജ് വിശ്വസിക്കാനാവാതെ തരിച്ചു നിൽക്കുകയാണ്. ഇനി വീട്ടിൽ കയറിയ കൊല്ലെന്ന് പറഞ്ഞ അയാളെ ഏട്ടൻ തല്ലിയിറക്കി. അന്ന് തന്നെയാ അയാൾ ചത്തു. അതോടെ കഥ മാറി. എല്ലാവരും ഞങ്ങളെയാണ് കുറ്റപ്പെടുത്തിയത്. സത്യം ആർക്കും അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളൊക്കെ അകന്നു. ആരുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു ചെറിയ ജോലി കിട്ടി. അതുവരെ അനുഭവിച്ചില്ലാത്ത സന്തോഷം സമാധാനം ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. എന്നെ ഏട്ടനെ ആഗ്രഹിച്ച പോലെ പഠിപ്പിച്ചു. എനിക്ക് തിരുവനന്തപുരത്ത് ജോലിയും കിട്ടി. ഏട്ടൻ ഷിപ്പിലായിരുന്നു. എന്ന് വിളിച്ച് സംസാരിക്കും. ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ഒരുമിക്കും. അന്നൊക്കെ ഉത്സവം പോലെയായിരുന്നു. ഏതോ ഓർമ്മയിൽ അവിടെ മിഴികൾ നിറഞ്ഞു. അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ളതാണ് രശ്മി. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരാറൊക്കെ ഉണ്ട്. എപ്പോഴോ ഏട്ടനും രശ്മി ഇഷ്ടത്തിലായി. അത് ആദ്യം പറഞ്ഞ എന്നോട് അമ്മയോട്. കാലം കഴിയും തോറും അവരുടെ അടുപ്പം കൂടുതൽ ദൃഢമായി. അവളെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണ്ടത്. ഏട്ടൻ ശാന്ത സ്വഭാവമാണ്. പെട്ടെന്ന് ഇമോഷണൽ ആവും. രശ്മി വായാടിയിരുന്നെങ്കിലും വലിയ വാശിക്കാരിയായിരുന്നു. തൻ്റെ ഭാഗം ചെയ്യിക്കാൻ എന്തും ചെയ്യും. ഏട്ടന് പണ്ടേ വിട്ടുകൊടുത്ത ശീലം. ഞാനുമായിട്ട് വഴക്കുണ്ടായാലും എപ്പോഴും തോറ്റിരുന്ന ഏട്ടനായിരുന്നു. ഇവർ തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏട്ടൻ തന്നെ മുൻകൈയെടുത്താക്കി തീർക്കും. കല്യാണാലോചനയായിട്ട് രശ്മിയുടെ വീട്ടിൽ ഞാനും അമ്മയും പോയ ദിവസമാണ് എല്ലാം വഴിമാറിയത്. അച്ഛനെ തല്ലി അടിച്ചിറക്കി വിട്ട് ഒരുത്തന്നെ മോളെ കൊടുക്കില്ലെന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് അപമാനിച്ചു. അമ്മയുടെ അവിധബന്ധം കാരണം അച്ഛൻ അങ്ങനെയൊക്കെയെന്നാ അവർ പറഞ്ഞ്. റോഷ്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏട്ടനോട് ഞങ്ങളിതൊന്നും പറഞ്ഞില്ല. പക്ഷെ എങ്ങനെയോ അറിഞ്ഞപ്പോൾ ഏട്ടനെ സഹിച്ചില്ല. നേരെ രശ്മിയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കി. അതോടെ രശ്മിയായിട്ടുള്ള ബന്ധം വഷളായി. വീട്ടുകാരെ കുറ്റം പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പതിയെ അവൾ അകലാൻ തുടങ്ങി. അവൾക്ക് വേറൊരു ബന്ധം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഏട്ടൻ ശരിക്കും തകർന്നുപോയി. അമ്മയ്ക്ക് കേൾക്കേണ്ടി വന്ന അപമാനവും താൻ സ്നേഹിച്ചവൾ മനസ്സിലാക്കാതെ പോയതൊക്കെ ഒത്തിരി ബാധിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം രാത്രി അമ്മയെ എന്നെയും ഫോൺ വിളിച്ച് ഒത്തിരി സംസാരിച്ചു. അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോയതാ. രാവിലെ കൂടെ ജോലി ചെയ്യുന്നവർ എത്ര വിളിച്ചിട്ടും കഥ കുറഞ്ഞില്ല. ആളുകളൊക്കെ കൂടി ചവിട്ടി തുറന്നപ്പോൾ ബാത്റൂമിൽ ഞരം മുറിച്ച് കിടക്കുകയായിരുന്നു. അവൾ കണ്ണുകൾ തുടച്ചു. ഏട്ടനില്ലാത്ത വീട്ടിൽ താമസിക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെയാ. അതാ ഞങ്ങളെല്ലാം വിറ്റ് ഇങ്ങോട്ട് വന്ന്.
അമ്മയെ തനിച്ചിരുത്തി തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനും മതിയാക്കി. റോഷിനിക്ക് വിഷമം തോന്നരുത്. കാര്യം തന്നെ ഏട്ടൻ നല്ലവനൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ അമ്മയും അനിയത്തെയും കുറിച്ച് ഓർക്കാതെ ആത്മഹത്യ ചെയ്ത് വലിയ തെറ്റ് തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്നവരെ ഉപേക്ഷിച്ച് ഒളിച്ചുകൂടുന്ന മണ്ടത്തരല്ലേ? ആയിരിക്കാം. പക്ഷെ പറഞ്ഞല്ലോ, ഏട്ടന് വലിയ മനക്കെട്ടിയൊന്നുമില്ല. ചെറിയ കാരണങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ഒരാൾ. എന്ത് കാരണം കൊണ്ടായാലും ഞങ്ങൾക്കാണ് നഷ്ടം സംഭവിച്ചത്. അതിനുശേഷം ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നു. ആളവനെ നോക്കി. ശരിക്കും ലക്ഷ്മി ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണോ ഷിനുവേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? അതെന്താണോ അങ്ങനെ ഒരു ചോദ്യം? ഷിനുവേട്ടനും അരുണേട്ടനും വീട്ടിൽ പണിയെടുക്കുമ്പോൾ സംസാരിക്കുന്ന ചിലതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണിൽ എപ്പോഴും കാമിനോട് ഫോണിൽ സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ, അല്ലേ? ഷിനോജിന്റെ മുഖം വിളറി. അങ്ങനെ ഒരു പെണ്ണിനോട് നിങ്ങൾക്കുള്ളിൽ വെറുപ്പുണ്ടാവും. അപ്പോൾ സഹായിക്കാൻ സോമാനസാല വരില്ലല്ലോ. റോഷിനി പ്രണയൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ അതിലൊന്നും തലയിടാറില്ല. പക്ഷെ താനെപ്പോഴും കരയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സമാധാനം കളയുന്ന എന്തായാലും അത് ചുമന്നുകൊണ്ട് നടക്കുന്ന ചിന്താവിക്കാരാണ് ഞാൻ. അതുകൊണ്ടാണ് ആദ്യം താൻ ഓക്കെ അല്ലെന്ന് ചോദിച്ചത്. അങ്ങനെ എല്ലാ എളുപ്പത്തിലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതാണ് എൻ്റെ പ്രശ്നം. എത്ര നാളത്തെ റിലേഷനാ? 3 വർഷം. ഈ 3 വർഷം നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നോ? ഏറെക്കുറെ. റോഷിനി ചിരിച്ചു. ഇതൊക്കെ എല്ലാ ബന്ധത്തിലും പതിവല്ല ഷിനുവേട്ട. എൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. അവൾ എഴുന്നേറ്റു. ഇന്നത്തെ ഉറക്കം ഞങ്ങൾ കാരണം പോയല്ലേ? സാറില്ല, നാളെ പകലുറങ്ങിക്കോളാം. താൻ അമ്മയുടെ അടുത്ത് ചെല്ല്, ഈ തണുപ്പത്ത് കണ്ട. അവൾ പതിയെ റൂമിലേക്ക് നടന്നു. ഷിനോജ് വീണ്ടും ഹെഡ്സെറ്റ് വെച്ച് പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. രഞ്ജിത്തും ലക്ഷ്മിയും കവലെത്തിയപ്പോൾ കടകളൊക്കെ അടച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ലച്ചു, ടൗണിൽ നിന്ന് വാങ്ങാന്ന്. നീ കേട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രഞ്ജിത്ത് കുറ്റപ്പെടുത്തി. പനിയും തൊണ്ടവേദനയും കാരണം ലക്ഷ്മിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ രാത്രി ബ്രെഡ് മതിയാൻ തീരുമാനിച്ചതാണ്. ടൗണിലെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാട്ടിലെത്തിയിട്ട് വാങ്ങിയ മതിയും ലക്ഷ്മി അവനോട് പറഞ്ഞിരുന്നു. പക്ഷേ കടുത്ത ട്രാഫിക് ബ്ലോക്ക് കാരണം എത്താൻ വൈകി. അവൻ ചുറ്റും നോക്കി. അപ്പോഴാണ് കട അടക്കാൻ വേണ്ടി സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഭരതനെ കണ്ടത്. നിന്റെ അച്ഛൻ്റെ കട അടച്ചിട്ടില്ല. അവിടുന്ന് വാങ്ങാനോ? വേണ്ട. അതിനെന്താ, കാശ് കൊടുത്തിട്ടല്ലേ? ഫ്രീ ഒന്നുമല്ലല്ലോ. വേണ്ട രഞ്ജിയേട്ടാ. എന്നിട്ട് പട്ടിണക്കാനല്ലേ? നീ വരണ്ട, ഇവിടെ മതി. ലക്ഷ്മി കുഞ്ഞിനെയും കൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങി. രഞ്ജിത്ത് ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഹെൽമെറ്റ് ഒരു കടയിലേക്ക് നടന്നു. ഒരു ബ്രെഡ്, അവൻ പറഞ്ഞു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഭരതന്റെ മുഖമിരുണ്ട്. ബൈക്കിനടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടപ്പോൾ അത് ഇരട്ടിച്ച്. അയാൾ ഒന്നും മിണ്ടാതെ ഒരു ബ്രെഡ് എടുത്തു. വേറെന്താ വേണ്ടത്? പരിക്കാൻ ശബ്ദത്തിലുള്ള ചോദ്യം. ഒരു പാക്കറ്റ് പാല്, 1 കിലോ നേന്ത്രപ്പഴം, പിന്നെ ഒരു പാക്കറ്റ് തേമുട്ടായി. രഞ്ജിത്ത് തന്നെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുന്ന പോലെയാണ് ഭരതന് തോന്നിയത്. ലക്ഷ്മിക്ക് പണ്ട് തൊട്ടേ തേൻമിഠായി വലിയ ഇഷ്ടമായിരുന്നു. സ്കൂൾ വിട്ട് വരുന്ന വഴി കടയിൽ കയറി ഭരണിൽ കൈയിട്ട് മിഠായി തിന്നാതെ അവൾ വീട്ടിലേക്ക് പോവാറില്ല. ഷിനോജിന് വേറെന്തൊക്കെ വിട്ടുകൊടുത്താലും തേൻമിഠായിയുടെ കാര്യത്തിൽ 2 എണ്ണത്തിൽ അവൾ അധികം സ്വന്തമാക്കും. ഭൂതകാലത്തിലെ നല്ല ഓർമ്മകൾ ഒരു നിമിഷം കൊണ്ട് ഭരതന്റെ മനസ്സിലൂടെ പാഞ്ഞു. അയാൾ പെട്ടെന്ന് രഞ്ജിത്ത് ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം കവറിലിട്ട് കൊടുത്തു. അവൻ പൈസ നൽകി. 5 രൂപ ബാക്കി തരാൻ ചേഞ്ചില്ല. സാറില്ല, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അത് വേണ്ട. അയാൾ മടിക്കുത്തിൽ നിന്ന് പേഴ്സ് എടുത്ത് മേശമേൽ കുടഞ്ഞു. അതിലുണ്ടായിരുന്ന നാണയങ്ങൾ മിഠായി ഭരണിയുടെ അടുപ്പിന് മീതെ വെച്ചു. ഭരതൻ നാളേക്ക് വെക്കുന്ന അടുപ്പവും സ്നേഹവും വിശ്വാസമൊക്കെയുള്ള ഈ നാട്ടിലെ സാധാരണക്കാരോട് മാത്രമാണ്, പുറകിൽ നിന്ന് കുത്തിയവരോടല്ല. രഞ്ജിത്ത് സാധാമംഗലത്തെ ചിരിയോടെ ഏതാനും നിമിഷങ്ങൾ അയാളെ നോക്കി നിന്നു. പിന്നെ കവറും കോയിൻസും എടുത്ത് ബൈക്കിനരികിലെത്തി. പെട്ടെന്ന് കയറടി, ഇനിയോടെ നിന്ന് നിന്റെ അച്ഛൻ എന്തെങ്കിലും എടുത്ത് തലക്കടിക്കും. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സങ്കടത്തോടെ ലക്ഷ്മി ഭരതനെ നോക്കി. അയാൾ അരിശം തീർക്കാനെന്ന പോലെ സാധനങ്ങൾ ഓരോന്നായി കടക്കകത്തേക്ക് വലിച്ചെറിയുകയാണ്. അച്ഛൻ എന്നുള്ള ദേഷ്യം മരിക്കുന്നവരെ മാറില്ല അല്ലേ രഞ്ജിയേട്ടാ? വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ലക്ഷ്മി ചോദിച്ചു. നമ്മൾ പുണ്യപ്രവൃത്തി ഒന്നല്ലല്ലോ ചെയ്ത്. എന്നാലും നീ ഓരോന്നോത്ത് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലക്ഷ്മി ഒന്നും മിണ്ടാതെ അവന്റെ മുതുകിൽ മുഖമമർത്തി. അവളുടെ ഉള്ളം പിടയുന്ന രഞ്ജിത്തിന് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. തെറ്റ് പൂർണ്ണമായും തങ്ങളുടെ ഭാഗത്താണ്. വെറുമൊരു മാപ്പ് പറച്ചിൽ കൊണ്ട് ആരും ക്ഷമിക്കാൻ പോകുന്നില്ല. അവരുടെ മനസ്സിലെ തീയാണ് ഇവരെ ക്ഷമിക്കുന്നതിന് വഴി. അവൻ ശ്രദ്ധാപൂർവം ബൈക്ക് വീട് ലക്ഷ്യമാക്കി ഓടിച്ചു. നീയോ ഇതിൽ പെട്ടു, എന്നെ എന്തിനാണ് തെണ്ടി വിളിച്ചു വരുത്തിയത്? അരുൺ ദേഷ്യപ്പെട്ടു. സഹകരണ ഹോസ്പിറ്റലിന് മുമ്പിലായിരുന്നു അവനും ഷിനോജും. എടാ, ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വന്ന് അന്വേഷിക്കുന്ന മര്യാദയല്ലേ? പിന്നെ അവർ നിന്റെ ആരാ? ആ പെണ്ണിനെ കണ്ടിട്ടാണ് നിന്റെ ചാട്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വല്ലവന്റെയും കൃഷിക്ക് നീ എന്തിനാണ് വെറുതെ കാവൽ നിൽക്കുന്നത്? വെറുതെ തന്തയ്ക്ക് വിളിപ്പിക്കാതെ വാടപ്പൊട്ട. ഷിനോജ് മുന്നോട്ട് നടന്നു. അവനെ തെറി വിളിച്ചുകൊണ്ട് അരുൺ അനുഗമിച്ചു. സീതക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന രഞ്ജിത്ത് ഫോൺ ചെയ്ത് പറഞ്ഞ മുതൽ എന്നും ഷിനോജ് ഹോസ്പിറ്റലിൽ വരും. കുറച്ചു നേരം അവിടെ ഇരുന്ന് തന്നാൽ കഴിയുന്ന സഹായങ്ങൾ റോഷിനിക്ക് ചെയ്തു കൊടുക്കും. പതിവ് പോലെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴി അരുണിനെയും നിർബന്ധിച്ച് കൂട്ടിയതാണ്. സീത കിടക്കുന്ന റൂമിന് വെളിയിൽ റോഷിനി നിൽപ്പുണ്ടായിരുന്നു. അവളുടെ അടുത്ത് സുന്ദരനായ ഒരു യുവാവും. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം. ഷിനോജ് കയ്യിൽ നിന്ന് കവർ റോഷിനിക്ക് നൽകി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി ഒന്ന് വിട്ടു. വേണ്ടായിരുന്നു. അതൊക്കെ ചേച്ചി വിളിച്ചു പറഞ്ഞു. ഇത് ഷിനോജേട്ടൻ, ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ലക്ഷ്മി ചേച്ചിയുടെ അനിയനാ. റോഷിനി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. മറ്റേത് അരുണേട്ടൻ, ഇവർ കസിൻസാ. ഹലോ, ഞാൻ വിവേക്.
അവൻ ഷേക്കാൻ നൽകി. റോഷിനിയുടെ മനസ്സിലായി. ഷിനോജ് ചിരിച്ചു. ഞങ്ങൾ സീതേച്ചിയെ കണ്ടിട്ട് പൊക്കോളാം, ഇന്ന് പണിയുണ്ട്. അവൻ പെട്ടെന്ന് മുറികൾ കയറി. പിന്നാലെ അരുണു. അപ്പൊ ഇവരാണ് നിന്റെ പുതിയ ഗാർഡിയൻസ്. അവർ പോയതിനെ വിവേക് പുച്ഛത്തോടെ റോഷിനിയെ നോക്കി. കൊള്ളാം, വെറുതെ അല്ല ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കാത്തത്. ഫോൺ ചെയ്യുന്ന കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമല്ലേ? എനിക്കതിനുള്ള റേറ്റ്സ് ഉണ്ട്. അതെ ഉണ്ട്, പക്ഷെ എന്നെ മനസ്സിലാക്കിയതിനൊരു കടമ കൂടിയുണ്ട്. അത് ഓർത്താൽ നന്ന്. കൊച്ചിയിൽ നിന്നും ഞാൻ ഇവിടെ വരെ വന്നത് നിന്റെ ഓഞ്ഞയുടെ ഇല കേൾക്കാനല്ല. എന്താ തീരുമാനം അത് പറ. റോഷിനി ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. എൻ്റെ അമ്മയ്ക്ക് അപകടം പറ്റി ഈ ഹോസ്പിറ്റലിൽ നിന്ന് 4-ാം ദിവസമാണ്. ഒരൊറ്റ തവണ പോലും അമ്മയുടെ അവസ്ഥ അന്വേഷിച്ച് നീ ഫോൺ ചെയ്തില്ല. പകരം കുറേ മെസ്സേജുകൾ. അതും ഞാൻ ജോലിക്ക് പോയിരുന്നു പറയാൻ വേണ്ടി മാത്രം. നിന്നോട് ജോലിക്ക് പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിവേക് ഇടയിൽ കയറി. പോലീസ് വേണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അവരെ ഉറപ്പിക്കാൻ എനിക്ക് വയ്യ. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റായിട്ട് നോക്കാം. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിട്ടും നിനക്ക് വേണ്ടി ഞാൻ പിടിച്ചെന്നതോ? കണക്ക് പറയാണോ നീ? വിവേകിന്റെ കണ്ണുകൾ ചുവന്നു. നിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാതിന് അറ്റ്ലീസ്റ്റ് ഒരു കാരണം പറ. എടി നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം അവരാണെന്നും ആ പേര് ദോഷം കൊണ്ട് പ്രേമിച്ചപ്പോഴേ നഷ്ടപ്പെട്ട സങ്കടത്തിലാ ഏട്ട ആത്മഹത്യ ചെയ്തെന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞപ്പോ നീ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കാൻ എൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി നിർബന്ധിച്ചാ. അവരെ കൺവീൻസ് ചെയ്ത് ഇത്ര നാൾ നിനക്ക് വേണ്ടി ഞാൻ കാത്തുനിന്നു. ആ മറക്കരുത് നീ. ഈ തന്നെയാ ഞാൻ പറഞ്ഞതിന്റെ കാരണം. റോഷിനി വേദനയോട് ചിരിച്ചു. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനുള്ള നിന്റെ കഴിവ് അപാരം തന്നെ. ഈ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ അമ്മ എതിര് നിൽക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് പോലീസിലെ ജോലി. അത് നമ്മുടെ ബന്ധം തുടങ്ങിയ കാലം തൊട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റു പലതരത്തിൽ നിനക്ക് വേണ്ടി ഞാൻ തോറ്റു തന്നിട്ടില്ലേ? ഇതെനിക്ക് പറ്റില്ല. ഓക്കെ ദെൻ ടെൽ മീ വാട്ട് യു വാണ്ട് നൗ? ഫ്രീഡം. അവളുടെ മറുപടി പെട്ടെന്നായിരുന്നു. കഴുത്തിൽ കെട്ടി അദൃശ്യമായ ചങ്ങലൊന്ന് അഴിച്ചു തരണം. വാവ്, ബ്രേക്കപ്പ് ആണോ നീ ഉദ്ദേശിച്ച്? അപ്പോഴും വിവേകിന്റെ മുഖത്ത് പുച്ഛഭാവമായിരുന്നു. നീ അത് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ. വിവേക് അസ്വസ്ഥതയോടെ കോറിഡോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ അവിടെ നേരെ തിരിഞ്ഞു. ഓക്കെ, ഞാൻ നിനക്ക് സമയം തരാം. ഒന്നുകൂടി നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തു. നീയായിട്ട് അത് പറയുന്നവരെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ബട്ട് പെട്ടെന്ന് വേണം. അവനവിടെ തൊട്ടുമ്പിൽ വന്നു നിന്നു. 1 2 അല്ല 3 വർഷം നിനക്ക് വേണ്ടി ഞാൻ കളഞ്ഞ്. ആ എന്നെ ഒരു ഫൂളാക്കുന്ന ധാരണ വേണ്ട. നിനക്കറിയാലോ തന്നെ, എനിക്ക് ഈ ജെന്റിൽമാൻ വേഷം മാത്രമല്ല ചെകുത്താനാവനും കഴിയും. അത് നിനക്ക് ദോഷം ചെയ്യും. അവൻ വാസിലേക്ക് നോക്കി. ഗോഡ്, ലേറ്റായി, ഞാൻ പോട്ടെ. നിനക്ക് ആശുവല്ലം വേണോ? ആൾ വേണ്ടെന്ന് തലയാട്ടി. ശരി, ഞാൻ നിന്റെ ഫോൺ കോളിന് കാത്തിരിക്കും. വിവേക് ലിഫ്റ്റിന് നേരെ നടന്നു. റോഷിനി മുറിയിലേക്ക് കയറാൻ ഭാവിക്കുമ്പോഴാണ് വാതിൽക്ക് നിൽക്കുന്ന ഷിനോജിനെ കണ്ടത്. അതോടെ അവളുടെ മുഖം വിളറി. വിവേകിന്റെ വാക്കുകൾ അവൻ കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. അരുൺ ഫോണിൽ ആരോടെ സംസാരിച്ചുകൊണ്ട് അങ്ങേ തലക്കിലേക്ക് നടന്നു. രാവിലെ ഉണ്ടാക്കിയ ഫുഡാ, വേഗം കഴിച്ചോ? ഷിനോജി വിഷയം മാറ്റാനെന്ന പോലെ പറഞ്ഞു. അവൾ മിണ്ടിയില്ല. താൻ ഓക്കെ അല്ലെന്നറിയാം, ഞാൻ പോട്ടെ, പിന്നെ സംസാരിക്കാം. പിന്നെ പറ്റുമെങ്കിൽ മുഖമൊക്കെ തുടച്ച് അകത്തേക്ക് പോകും. പാവം സീതേച്ചി വിഷമിപ്പിക്കണ്ട. തന്നെ കാണാനാവുമെന്നൊന്നും അവരറിഞ്ഞിട്ടില്ല. അവൾ തലവിനിച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തിന്റെ ആഴളക്കാനൊന്നും ഞാനില്ല റോഷിനി. അതെന്റെ വിഷയമല്ല. ഈ കലിപ്പന്റെ കാന്താരി എന്നൊക്കെ കഥകളിലും സിനിമകളിലൊക്കെ കാണാൻ രസമായിരിക്കും. പക്ഷെ റിയൽ ലൈഫിൽ ടോക്സിക് ആയ റിലേഷൻഷിപ്പ് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഷിനേട്ടാ നടക്കാൻ തുനിയവേ ആട് വിളിയായിട്ട് ഷിനോ തിരിഞ്ഞു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? വിരോധമില്ലെങ്കിൽ പറ്റുന്നാണെങ്കിൽ ചെയ്യാം, പറ. മറ്റന്നാ എനിക്ക് ഫിസിക്കൽ ടെസ്റ്റാ. കണ്ണൂർ വരെ ഒറ്റയ്ക്ക് പോകാൻ അമ്മ സമ്മതിക്കില്ല. ഷിനോജ് അത്ഭുതത്തോടെ അവൾ നോക്കി. മറ്റന്നാ എല്ലാം കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ട് വരാൻ വണ്ടിയൊന്നും കിട്ടിയില്ലെങ്കിലോ? എനിക്ക് അവിടെ ആരെയും പരിചയമില്ല. ഷിനുവേട്ടൻ ഒന്ന് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? ഞാനോ? അതെ, ഈ ജോലി എനിക്ക് വേണം. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. എൻ്റെ സ്വപ്നം ആർക്കു വേണ്ടി അടിയറ വെക്കാൻ ഞാൻ ഒരുക്കമല്ല. ഷിനോജ് കുറച്ചേരം ആലോചിച്ചു. ശരി, നമുക്ക് പോവാം. അവളുടെ മുഖത്തെ സന്തോഷം നിറഞ്ഞു. താങ്ക്സ് ഷിനുവേട്ടാ. എന്നാ അമ്മയുടെ അടുത്തേച്ചില്ലേ, ഞാൻ രാത്രി വിളിക്കാം. അവൻ അരുൺ നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അതൊരു നല്ല തീരുമാനമുണ്ടാ. റോഷിനിയുടെ കൂടെ പോകുന്ന കാര്യം അറിഞ്ഞപ്പോൾ രഞ്ജിത്ത് ഷിനോജിനെ അഭിനന്ദിച്ചു. പോലീസ് സ്റ്റേഷന് വെളിയിൽ നിൽക്കുകയായിരുന്നു രണ്ടുപേരും. ആ കുട്ടിക്ക് നിന്നെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ കൂടെ ചെല്ലാൻ വിളിച്ച്. നീ എന്തായാലും പോണം. അപ്പോഴത്തെ ആവേശത്തിന് സമ്മതിച്ചാ പണിയാവോ? ഏയ്, ചിലപ്പോൾ ഇതൊരു ടിസ്റ്റ് ആവാൻ വഴിയുണ്ട്. എന്ത് ടിസ്റ്റ്? ഷിനോജ് നെറ്റി വിളിച്ചു. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവിടെ ലൈൻ പൊളിയുന്നു, ആ സ്ഥാനത്ത് നീ കയറുന്നു. അയ്യേ, നിങ്ങളൊരു പോലീസുകാരനാണോ? എന്തായ്യേന്ന്? എടാ, കാമുകനായി പ്രൊമോഷൻ കിട്ടുന്ന ബെസ്റ്റികൾ ഒരുപാട് ഈ നാട്ടിലില്ലേ? ഞാനതിന് അവളുടെ ബെസ്റ്റി ഒന്നല്ല. എന്നിട്ടാണോ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ അവൾ നിന്നെ വിളിച്ച് കഴിച്ചോ കുളിച്ചോ കക്കൂസ് പോയെന്നൊക്കെ ചോദിക്കുന്നത്? കോപ്പ്, നിങ്ങളോട് പറയാമെന്ന് എന്നെ തരണം. അവൻ ദേഷ്യപ്പെട്ടു. വേണമെങ്കിലേ എടാ നീ സത്യം പറ, ആ പെണ്ണിനോട് വേറൊരു സൗഹൃദം മാത്രമാണോ നിനക്ക്? അങ്ങനെ ചോദിച്ചാ ഷിനോജ് ഒന്ന് പതറി. അല്ല എന്ന് എനിക്കറിയാം. നിന്റെ വായി നീ കേൾക്കണം. നമ്മൾ നല്ല ഫ്രണ്ട്സ് കൂടിയല്ലേ. എന്നോട് പറയാൻ എന്തിനാ മടി? മടിയൊന്നല്ലേ, എനിക്ക് അവൾ ഒത്തിരി ഇഷ്ടമാണ്. ആദ്യം കാണുന്ന നിമിഷം തന്നെ മനസ്സിൽ കയറിക്കൂട്ടി ഇഷ്ടം. പക്ഷെ അവള് വേറെ ആളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തോ ദേഷ്യം, അസൂയ, കുശുമ്പ് അങ്ങനെ എന്തൊക്കെ തോന്നി.
അവൾ മൈൻഡ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു, കഴിഞ്ഞില്ല. മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പിന്നെയും ആ മുഖം ഇങ്ങനെ തെളിയുക. ഒരിക്കലും കിട്ടില്ലെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രഞ്ജിത്ത് അത്ഭുതത്തോടെ അവനെ നോക്കി. ഇതൊക്കെ എപ്പോഴാ? നിങ്ങൾ പരിചയപ്പെട്ടിട്ട് അധികാരം ആയിട്ടില്ലല്ലോ. സത്യ, പക്ഷെ പറഞ്ഞല്ലോ അളിയ, ആദ്യമായിട്ട് അവരുടെ വീട്ടിൽ പോയി കണ്ട നിമിഷം തന്നെ ഉള്ളിലൊരു വല്ലാത്ത ഫീല്. അങ്ങനൊരു ഫീൽ എനിക്ക് പരിചയമില്ലാത്ത. എടാ, എനിക്ക് മനസ്സിലാവും നിന്റെ ചേച്ചി ഞാനും പ്രണയിച്ചവരാ. പക്ഷെ റോഷിനിയെ കിട്ടില്ലെന്ന് പറഞ്ഞിട്ടും നീ ഇതിന് മെനക്കെടുന്ന വിവരക്കേടല്ലേ? ഞാനതിനൊന്നും ചെയ്യുന്നില്ല. അവളെ സ്നേഹിക്കാൻ എനിക്ക് അവിടെ പോലും സമ്മതം വേണ്ടല്ലോ. വൺ സൈഡിൽ ഒരു സുഖമുള്ള ഏർപ്പാടാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇഷ്ടമുള്ള അവളൊരിക്കലും അറിയണ്ട. നീ അങ്ങനെ പൂർണ്ണമായിട്ടും നിരാശനാവാൻ വരട്ടെ. അവരടിച്ചു വിരിഞ്ഞാൽ കുറച്ചാൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കും. ആ സമയം നീ സപ്പോർട്ട് കൊടുത്താൽ മതി. അതാണ് ഞാൻ അവളെ മനസ്സിലാകാത്തോണ്ടാ. എനിക്ക് അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല. അത്രയ്ക്ക് ക്രൂരനാണോ ഞാൻ? ആരുടെ വരുന്നുണ്ടോ കൂടെ? ഉണ്ട്. നീ വീട്ടിൽ പറഞ്ഞോ? എന്ത്, ഞാനൊരു പെണ്ണിൻ്റെ കൂടെ കണ്ണൂർ വരെ പോവുകയാണെന്നോ? എങ്കിൽ പൂർത്തിയായി. ഓ, കള്ളം പറയാത്ത മാന്യനാണല്ലോടാ നീ. എടാ, ആരുണിൻ്റെ കൂടെ ഒരു വർക്ക് നോക്കാൻ പോവാണെന്ന് പറ. രാത്രി നിന്നെ കാണാൻ ഞാൻ ആദ്യം പിടിക്കും. അത്രയ്ക്ക് സ്നേഹമൊന്നുമില്ല. എല്ലാം നിന്നെ തോന്നലാ ഷീനു. എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കളുടെ ജീവനാ. നമ്മൾ തിരിച്ചറിയാൻ ആ സ്ഥാനത്തെത്തണം. അപ്പോഴേക്കും അവർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഒന്ന് സോറി പറയാനുള്ള അവസരം പോലും കിട്ടിയെന്ന് വരില്ല. അത് പറയുമ്പോൾ രഞ്ജിത്തിന്റെ ശബ്ദത്തിൽ നേരത്തെ ഇടർച്ചയുണ്ടായിരുന്നു. എൻ്റെ കാര്യം തന്നെ നോക്ക്. അച്ഛനും അമ്മയും രണ്ടാളും മരിച്ചു. പിന്നെയുള്ള ഏട്ടന്മാരും നിന്റെ ചേച്ചി ഞാൻ കെട്ടിയാന്ന് തന്നെ ഒഴിവാക്കിയതാ. ഇപ്പൊ കുടുംബം എന്ന് പറയാനുള്ളത് നിന്റെ അച്ഛനും അമ്മയും. അവരൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ തോന്നുന്നില്ല. നിന്റെ അച്ഛനാ വാശി കൂടുതൽ. ഇതൊക്കെ ചേച്ചി ഇറക്കിക്കൊണ്ടു പോകുമ്പോൾ അറിയില്ലായിരുന്നോ? ആളിയെ ഇമോഷണൽ ആവില്ലേ? ഞാൻ പോട്ടെ, അവിടെ തീരെ വിളിക്കാം. കണ്ണൂർ താമസം എങ്ങനെയാടാ? ടെസ്റ്റ് നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ റൂം എടുക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിച്ചേക്കരുത്. നിങ്ങളെ കൂടെ തോറ്റു. ഷിനോജ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എത്തിയിട്ട് വിളിക്കാം. കാശ് വല്ലതും വേണോടാ? ഏയ് വേണ്ട. അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ആ യാത്ര അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു യാത്രയായിരുന്നു. കാത്തിരിക്കാം ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.